ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-5 വാക്യം. ഒരുവൻ വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും വീണ്ടും ജനിക്കാതിരുന്നാൽ അവന് ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയുകയില്ല. ദൈവരാജ്യത്തിലേക്കുള്ള ഒരുവൻ്റെ പ്രവേശന കവാടമാണ് വിശുദ്ധ മാമോദീസ. ദൈവരാജ്യത്തിലേക്കുള്ള ഒരു ഉപനയനമാണ് വിശുദ്ധ മാമോദീസ. വെള്ളത്താലും ആത്മാവാലും സൃഷ്ടിക്കപ്പെടുന്ന ഒരു പുതിയ അവസ്ഥയെക്കുറിച്ചാണ്, നവീകരിക്കപ്പെട്ടതും ചൈതന്യവത്തായതുമായ ഒരവസ്ഥയെക്കുറിച്ചാണ് ഈ വരികൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. വെള്ളത്താലും ആത്മാവാലും സൃഷ്ടി നടക്കുന്നതിനെക്കുറിച്ച് തിരുവെഴുത്തിൻ്റെ 1-ാമത്തെ പാഠത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നുവെന്ന്. വെള്ളത്താലും ആത്മാവാലും ഒന്നാമത് സൃഷ്ടി നടക്കുന്നുവെന്ന് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വീണ്ടും പുതിയ നിയമകാലത്ത് യേശുതമ്പുരാൻ നിക്കോദീമോസിനോട് ഇങ്ങനെ ഒരു വരി പറയുമ്പോൾ, യഹൂദ മതബോധം അതിൻ്റെ ആഴത്തിൽ പഠിച്ചിരുന്ന പണ്ഡിതനായ നിക്കോദീമോസിനോട്, വെള്ളത്താലും ആത്മാവാലും നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിലേക്ക്, പറുദീസയിലേക്ക് നിനക്ക് പ്രവേശനമില്ല എന്ന ഒരർത്ഥം അതിലുണ്ട്. പറുദീസ സൃഷ്ടിക്കുന്നത് അല്ലെങ്കിൽ ലേദൻ സൃഷ്ടിക്കുന്നതിൻ്റെ ആരംഭം വെള്ളത്താലും ആത്മാവാലുമാണ്. ഈ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ് വിശുദ്ധ മാമോദീസയെക്കുറിച്ചുള്ള എല്ലാ പഠനങ്ങളും ആരംഭിക്കുന്നത്. മാമോദീസ എന്നുള്ള വാക്കാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് സ്നാനത്തിന്. അതൊരു സുറിയാനി പദമാണ്. ആ വാക്ക് ഉത്ഭവിച്ചിരിക്കുന്നത് അമാദ് എന്ന് പറയുന്ന ഒരു സുറിയാനി പദത്തിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം മുങ്ങുക, കഴുകുക എന്നൊക്കെയാണ്. ഇംഗ്ലീഷിൽ നമ്മൾ ബാപ്റ്റിസം എന്ന് പറയുന്നുണ്ട്. അത് ബാപ്റ്റിസ്മ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. അതിനും മുങ്ങൽ, കഴുകൽ എന്നൊക്കെയാണ് അർത്ഥം. ഇങ്ങനെ നമ്മളുടെ പാരമ്പര്യത്തിൽ ഉപയോഗിക്കുന്ന 2-3 വാക്കുകൾ ഒരു കഴുകി വെടിപ്പാക്കലിനെ കുറിച്ച്, ഒരു ശുദ്ധീകരണത്തെക്കുറിച്ചുള്ള ഒരു അർത്ഥമാണ് ഈ കൂദാശയിലൂടെ നമ്മളിലേക്ക് സംവദിക്കുന്നത്. മാമോദീസ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം പുതിയ നിയമകാലത്ത് മാത്രം രൂപപ്പെട്ട ഒന്നല്ല എന്ന് നമ്മൾക്കറിയാം. ഇതിനൊരു ചരിത്രപരമായ പശ്ചാത്തലമുണ്ട്. പ്രത്യേകിച്ച് ലേവ്യ പുസ്തകത്തിൽ 8-ാം അധ്യായത്തിലും 14-ാം അധ്യായത്തിലുമൊക്കെ പഴയ നിയമ പാരമ്പര്യത്തിലും ശുദ്ധീകരണത്തിനുള്ള ചില കഴുകലുകൾ ഉണ്ടായിരുന്നുവെന്ന് പരാമർശിക്കുന്നുണ്ട്. പരിച്ഛേദനയും സ്നാനവും ഏറ്റവരെ വീണ്ടും ജനിച്ചവരായിട്ട് മിഷ്ന എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൊക്കെ പരാമർശിക്കുന്നുണ്ട്. നമ്മൾക്ക് കേട്ടറിവുള്ളതുപോലെ സ്നാപക യോഹന്നാനൊക്കെ താമസിച്ചിരുന്ന കുമ്രാൻ സന്യാസ സമൂഹം അവരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് മുൻപ് ഇപ്രകാരം ഒരു സ്നാനകർമ്മം നടത്തിയിരുന്നതായിട്ട് ചരിത്രത്തിൽ പറയുന്നുണ്ട്. നമ്മൾക്ക് പരിചയമുള്ള ചരിത്രം യോഹന്നാൻ സ്നാപകന്റെ സ്നാനമാണ്. യോഹന്നാൻ മാമോദീസ നൽകിയിരുന്നുവെന്ന് നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ, പുതിയ നിയമത്തിൽ വായിക്കുന്നു. യോഹന്നാൻ സ്നാപകന്റെ സ്നാനവും യേശുതമ്പുരാന്റെ സ്നാനവും തമ്മിൽ, അല്ലെങ്കിൽ ക്രിസ്തീയ സ്നാനവും തമ്മിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. യോഹന്നാൻ സ്നാപകൻ നൽകിയിരുന്ന സ്നാനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ ഇങ്ങനെയുണ്ട്.
അന്ന് യെരൂശലേമ്യരും യഹൂദ ദേശക്കാരൊക്കെയും യോർദാന്റെ ഇരുകരയിലുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് യോഹന്നാന്റെ അടുക്കൽ ചെന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. യോഹന്നാന്റെ സ്നാനം മാനസാന്തരത്തിന്റെ സ്നാനമാണ്. അത് വെള്ളത്തിൽ നിന്നുള്ള സ്നാനമാണ്. മശിഹായുടെ ആഗമനത്തിനുള്ള ഒരുക്കത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഇതിനോട് ചേർത്ത് തന്നെ നമ്മൾ വായിക്കേണ്ട മറ്റൊരു ഭാഗമുണ്ട്. യേശു തമ്പുരാൻ യോഹന്നാന്റെ പക്കലെത്തിയിട്ട് സ്നാനമേൽക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലാണ്. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ കരെ അവന്റെ അടുക്കൽ വന്നു. യോഹന്നാനും അവനെ വിലക്കി, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എൻ്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് പറഞ്ഞു. തുടർന്നുള്ള ഭാഗമൊക്കെ നമ്മൾക്ക് പരിചിതമാണ്. പരിശുദ്ധ തൃത്വത്തിൻ്റെ വെളിപ്പെടൽ ഈ ഭാഗത്തുണ്ട്. അതുപോലെ തന്നെ വെള്ളത്തെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയും ഈ ഭാഗത്തുണ്ട്. മശിഹാ തമ്പുരാൻ ജലത്തിന്മീതെ ഇറങ്ങുകയും അപ്രകാരം വെള്ളത്തെ ശുദ്ധീകരിക്കുകയും ചെയ്തുവെന്ന് വിശ്വസിക്കുന്ന ഒരു പാരമ്പര്യം നമ്മൾക്ക് ഉണ്ട്. അത് നമ്മുടെ മാമോദീസ കൂദാശയുടെ പഠനത്തിൽ നമ്മൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്യുന്ന സംഗതിയാണ്. യോഹന്നാന്റെ സ്നാനം മാനസാന്തര സ്നാനവും വെള്ളത്തിൽ നിന്നുള്ളതും മശിഹായുടെ ആഗമനത്തിനുള്ളതുമായിരുന്നുവെങ്കിൽ പുതിയ നിയമ സമൂഹം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചത് ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിനാണ്. ക്രിസ്തീയ സ്നാനം നമ്മൾക്ക് ഏൽക്കുവാൻ പറ്റുന്നത് അല്ലെങ്കിൽ സാധിക്കുന്നത് പോലും യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഒരു ദാനമെന്ന് തീത്തോസിന് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 3-ാം അധ്യായം 5, 6, 7 വാക്യങ്ങളിൽ, എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവർത്തികളാലല്ല തൻ്റെ കരുണപ്രകാരമത്രേ നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവന്റെ അവകാശികളാകേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും തന്നെ എന്ന് പറയുന്നുണ്ട്. ഇത് ക്രിസ്തുവിനെ പോലെ ആകുന്നതിനും മരണത്തെ വിട്ട് ജീവനിലേക്ക് കടക്കുന്നതിനുമുള്ള സ്നാനമാണ് നമ്മൾ ഏറ്റിട്ടുള്ളത്. ആദാമ്യ പാപമോചനത്തിനുള്ള സ്നാനമാണ് നമ്മൾ ഏറ്റിട്ടുള്ളത്. റോമാലേഖനം 5-ാം അധ്യായം 12-ാം വാക്യത്തിൽ അത് പരാമർശിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ മരണത്തിലും ഉത്ഥാനത്തിനുമുള്ള പങ്കാളിത്തമാണ് ഈ മാമോദീസായിലൂടെ നമ്മൾ പ്രാപിച്ചിട്ടുള്ളത് എന്ന് റോമാലേഖനം 6-ാം അധ്യായം 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പരിശുദ്ധാത്മ അഭിഷേകത്തിനായുള്ള സ്നാനമാണ് നമ്മൾ ഏറ്റിട്ടുള്ളത് എന്ന് അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. ഇതൊക്കെ ഇത്തിരി കടുപ്പമാണെന്ന് നമ്മൾക്ക് തോന്നും. എന്നാൽ വിശുദ്ധ മാമോദീസയെ കുറിച്ചുള്ള ചില പഴയ നിയമ നിഴലുകളുണ്ട്. അതിൽ കൂടി സഞ്ചരിച്ചു പോകുമ്പോൾ മാമോദീസ എങ്ങനെയാണ് നമ്മളുടെ പ്രായോഗിക ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾക്ക് പറ്റുന്നത് എന്ന്, അതിനുള്ള ചില സാധ്യതകളൊക്കെ ഈ പഴയ നിയമ നിഴലുകൾ നമുക്ക് സമ്മാനിക്കും. ധാരണ എന്നുള്ള വാക്ക് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ധാരണ, അണ്ടർസ്റ്റാൻഡിങ് എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ധാരണ എന്നാൽ ധരിക്കുന്നത് എന്നാണ് അർത്ഥം. ഈ കുപ്പായം ഒരു വൈദികന്റെ ധാരണയാണ്, വൈദികനെ കുറിച്ചുള്ള ധാരണയാണ്. ഗർഭം ധരിക്കുക എന്നാണ് നമ്മൾ പറയുന്നത്. ഗർഭധാരണം എന്ന് നമ്മൾ പറയാറുണ്ട്.
മാമോദീസ തൊട്ടി സഭയുടെ ഗർഭപാത്രമാണ്. സഭയുടെ ഗർഭപാത്രമാകുന്ന മാമോദീസ തൊട്ടിയിലാണ് ഞാനും നീയും ക്രിസ്തുവിന് സഹോദരനും ക്രിസ്തുവിന് സഹോദരിയുമായത്, പ്രകാശത്തിന്റെ പുത്രനും പ്രകാശത്തിന്റെ പുത്രിയുമായത്. അപ്പോൾ നിശ്ചയമായിട്ടും നിർബന്ധമായിട്ടും മാമോദീസ തൊട്ടി നമ്മളെ ധരിച്ചിട്ടുണ്ട്. സഭാമ്മ നമ്മളെ ഗർഭം ധരിച്ചിട്ടുണ്ട് ക്രിസ്തുവിന് സഹോദരനാവാൻ, സഹോദരിയാകാൻ. അങ്ങനെയെങ്കിൽ ചില ധാരണകളും നമ്മൾ ജീവിതത്തിൽ പുലർത്തേണ്ടതായിട്ടുണ്ട്. ക്രിസ്തീയമായ ചില ധാരണകൾ, അല്ലെങ്കിൽ വിശുദ്ധ മാമോദീസ നമ്മളെ ധരിപ്പിച്ചിരിക്കുന്ന, ഉടുപ്പിച്ചിരിക്കുന്ന ചില ധാരണകൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ മാമോദീസ ഗർഭം 5 വിധത്തില് പഴയ നിയമത്തില് നിഴലുകളായിട്ടുണ്ട് എന്ന് പിതാക്കന്മാര് എടുത്തു പറയുന്നത്. ഒന്നാമത് അവർ പറയുന്നു, നോഹയുടെ പെട്ടകവും ജലപ്രളയവും മാമോദീസയുടെ ഒരു മുൻകുറിയാണെന്ന്. അത് വേദപുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വിശുദ്ധ പത്രോസിന്റെ ലേഖനത്തില് 3-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, മാമോദീസ സ്നാനത്തിന്റെ മുൻകുറിയാണ് എന്നുള്ള ആ ഒരു വ്യക്തമായ ഭാഗം. 8 പേർ മാത്രമാണ് വെള്ളപ്പൊക്കത്തില് രക്ഷ പ്രാപിച്ചത്. അത് മാമോദീസായുടെ അല്ലെങ്കിൽ സ്നാനത്തിന്റെ മുൻകുറിയാണ് എന്ന് പത്രോസ് അപ്പോസ്തലൻ തൻ്റെ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം, ആത്മാവിൽ അവൻ ചെന്നു. പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകമൊരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിന് ഒരു മുൻകുറി. പെട്ടകം എങ്ങനെയാണ് മാമോദീസയുടെ മുൻകുറിയാവുക? അത് വെള്ളത്തിൽ കൂടിയുള്ള ഒരു വീണ്ടെടുപ്പാണ്, വെള്ളം കൊണ്ടുള്ള ഒരു രക്ഷപ്പെടലാണ് യഥാർത്ഥത്തിൽ നോഹയുടെ കാലത്തെ പ്രളയം എന്ന് പറയുന്നത്. പ്രളയം ഉണ്ടാവുന്നത് എപ്പോഴാണ്? ലയം നഷ്ടപ്പെടുമ്പോഴാണ്. ലയമില്ലാത്ത അവസ്ഥയ്ക്കാണ് പ്രളയം എന്ന് പറയാം. ലയം എന്നാൽ ഹാർമണി. അത് വ്യക്തിയുടെ ഉള്ളിലുള്ള ഒരു ലയമാണെങ്കിലും, വ്യക്തികൾ തമ്മിലുള്ള ലയമാണെങ്കിലും, സമൂഹങ്ങൾ തമ്മിലുള്ള ലയമാണെങ്കിലും, മതങ്ങൾ, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള പൊതു സമൂഹ മണ്ഡലങ്ങൾ തമ്മിലുള്ള ഒരു ലയത്തിന് കോട്ടം വരുന്ന സമയമൊക്കെ പ്രളയമാണ്. ഈ പ്രളയമുണ്ടാവുന്ന സമയത്ത് ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ ഒരു പരാമർശമുണ്ട്, ഓരോരുത്തനും ഭൂമിയിലുള്ള ഓരോ ജഡവും താന്താങ്ങളുടെ വഴി വഷളാക്കിയിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോരുവനും തൻ്റെതായ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു സമയത്താണ് ഈ പൊതുവായിട്ടുള്ള ഒരു ഹാർമണി നഷ്ടപ്പെടുന്നത്, അല്ലേ? പൊതുവായ ഒരു ലയം നഷ്ടപ്പെടുന്നത്. ഇങ്ങനെ ഒരു കാലത്ത് പ്രളയമുണ്ടാകുന്നു. ഈ സമയത്ത് മുങ്ങിപ്പോകാത്ത ഒരു നൗക, നമ്മളുടെ ശവസംസ്കാര പുസ്തകത്തിലൊക്കെ പറയുന്നത് പോലെ മാമോദീസ എനിക്ക് ഓർത്താൽ മുങ്ങാത്തൊരു നൗക. ഇങ്ങനെ ഏത് പ്രളയം ഉലയ്ക്കാത്തതും ഏത് പ്രളയത്തിലും ആണ്ടുപോകാത്തതുമായ ഒരു നൗകയാണ് നോഹ പണിയുന്നത്. മാമോദീസ ഏറ്റിരിക്കുന്ന എനിക്കും നിനക്കും എപ്പോഴും ഓർത്തിരിക്കാനുള്ള ഒന്നാമത്തെ പാഠം, നമ്മളുടെ ആധ്യാത്മിക ജീവിതത്തെ നോഹയുടെ പെട്ടകം പോലെ പണിയണമെന്നാണ്. ഏത് പ്രളയത്തിലും മുങ്ങിപ്പോകാത്ത വിധത്തിൽ ഇതിനെ പണിതെടുക്കാനുള്ള ഉത്തരവാദിത്വം നമ്മൾക്കുണ്ട്. നോഹ എങ്ങനെയാണ് പണിതത് എന്ന് നോക്കണമല്ലോ. നോഹ പണിതത്, ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ ഒരു വരിയുണ്ട്,
കുറെ അളവൊക്കെ പറയുന്നുണ്ട്. ദൈവം 50 മുഴം നീളം 30 മുഴം വീതി എന്നൊക്കെ പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട്. അതിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ദൈവം പറഞ്ഞതുപോലെ തന്നെ നോഹ ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു എന്ന് അടിവരയിട്ട് പറയുന്നുണ്ട്. ഒരളവ് വ്യത്യാസം കാണിക്കുന്നില്ല. അളവ് വ്യത്യാസം കാണിച്ചിരുന്നെങ്കിൽ വള്ളം മുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. നമ്മളോടും ദൈവം ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട്. മാമോദീസ ഏറ്റ എനിക്കും നിനക്കും ചില അളവുകളൊക്കെ ജീവിതത്തിന് ദൈവം തന്നിട്ടുണ്ട്. ചില പലകകളൊക്കെ കൂട്ടിച്ചേർത്തിട്ട് വേണം ഈ ആധ്യാത്മിക ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അതിൽ നോമ്പുകളുണ്ട്, ഉപവാസമുണ്ട്, അനുതാപമുണ്ട്, കുംഭസാരമുണ്ട്, ഒരുക്കത്തോടെയുള്ള വിശുദ്ധ കുർബാനാനുഭവമുണ്ട്, നമസ്കാരങ്ങളുണ്ട്, വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ക്രമമായ വായനയുണ്ട്. ഇങ്ങനെ ചിലതെല്ലാം ഉണ്ട്. അങ്ങനെയെങ്കിൽ നോമ്പിൻ്റെ പണി നടത്തുകയാണെന്ന് വിചാരിക്കുക. ആ പലക എടുത്തിട്ട് പണിയുന്നു. 50 ദിവസത്തെ ഒരളവ് തന്നിട്ടുണ്ട്. അപ്പോൾ 50 ദിവസത്തെ നോമ്പിൻ്റെ പലക എടുത്തിട്ട് നമ്മൾ ചിന്തേരിടുന്ന സമയത്ത് ആദ്യത്തെ 10ഉം അവസാനത്തെ 10ഉം മാത്രം നമ്മൾ ചിന്തേരിട്ടാലോ? ആദ്യത്തെ 10 ദിവസവും അവസാനത്തെ 10 ദിവസവും മാത്രം നമ്മളിങ്ങനെ തടിയിൽ പണിയുന്നു. ഇടയ്ക്കത്തെ സ്ഥലത്ത് നമ്മൾ അധികം പണിയൊന്നും നടത്തുന്നില്ല. എന്ത് സംഭവിക്കാം? കുറച്ച് കഴിയുമ്പോൾ തടി കുത്തിപ്പോകും. തടി കുത്തിപ്പോയ പിന്നെ അതിനൊരു ചെറിയൊരു ഓട്ടയുണ്ടാവും. ഇങ്ങനെ ഓട്ടയുണ്ടായാൽ എന്താ സംഭവിക്കുക? വെള്ളം കയറും, വെള്ളം മുങ്ങും, നിശ്ചയം, ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ ആധ്യാത്മിക ജീവിതം ഇടയ്ക്കിടയ്ക്കൊക്കെ മുങ്ങിപ്പോവുകയും നമ്മളുടെ കുഞ്ഞുങ്ങളൊക്കെ പെട്ടെന്ന് വിവാഹമോചനം വാങ്ങിക്കുകയും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുകയും അല്ലെങ്കിൽ ഡിപ്രഷനിലൊക്കെ ആവുകയും ചെയ്യുന്നത് ഒരുതരം ആത്മബലത്തിൻ്റെ കുറവാണ്. മോശക്കുഞ്ഞിന് അവൻ്റെ അപ്പനും അമ്മയും സമ്മാനിച്ചത് ഒരു പെട്ടകമാണ്. നമ്മൾ സമ്മാനിക്കുന്ന പോലത്തെ ഒരു സമ്മാനമല്ല. വേദപുസ്തകത്തിൽ പെട്ടകം എന്ന് പറയുമ്പോൾ നോഹയുടെ പെട്ടകമാണ് നമ്മുടെ ഓർമ്മയിൽ വരിക. മോശയ്ക്ക് അവൻ്റെ അപ്പനും അമ്മയും കൊടുത്ത പെട്ടകത്തിനകത്തും ഒരു തുള്ളി വെള്ളം പോലും കയറിയിട്ടില്ല. ആധ്യാത്മിക സാധനകളുടെ, ആധ്യാത്മിക ശിക്ഷണത്തിൻ്റെ ഒരു ഡിസിപ്ലിൻ്റെ പെട്ടകമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നമ്മളുടെ മക്കൾക്ക് കൈമാറാനായിട്ട് നമ്മൾക്ക് പറ്റണം. ആധ്യാത്മികമായ ചില നിഷ്ഠകളും ചിട്ടകളുമൊക്കെ ഉണ്ടല്ലോ, അത് കൈമാറ്റം ചെയ്യാനുള്ള ഒരു വിവേകമാണ് യഥാർത്ഥത്തിൽ മാമോദീസ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ആരാധനാ ജീവിതത്തിൽ വെള്ളം ചേർക്കരുത്, കൗദാശക ജീവിതത്തിൽ അളവ് വ്യത്യാസം കാണിക്കരുത് എന്ന് വളരെ വ്യക്തമായിട്ട് നോഹയുടെ പെട്ടകം നമ്മളെ ഓർമ്മിപ്പിക്കും. രണ്ടാമത്, മാമോദീസയെ കുറിച്ചുള്ള പഴയ നിയമത്തിലെ ഒരു നിഴല് ചെങ്കടലിൻ്റെ ഗർഭം എന്നാണ് പിതാക്കന്മാർ പറയുക. ചെങ്കടലിൻ്റെ ഗർഭം, വെള്ളത്തിൽ കൂടിയുള്ള രണ്ടാമത്തെ കടന്നുപോക്ക് ചെങ്കടലിൽ കൂടിയാണ്. മിസ്രൈമിലെ ജനത്തെയും വിമോചിപ്പിച്ചുകൊണ്ട് മോശ സഞ്ചരിക്കുന്നു. അവർ ചെങ്കടലിൻ്റെ മുമ്പിലെത്തുന്നു. തൊട്ടു പിന്നാലെ ഫറവോനും സൈന്യങ്ങളും അവരെ പിടിക്കാൻ വരുന്നു. ചെകുത്താനും കടലിനും മധ്യേ. ഇങ്ങനെ നിൽക്കുമ്പോൾ യഹോവ മോശയോട് പറയുന്നു, നിന്റെ കയ്യിലെ വടി ഉയർത്തി കടലിനോട് പറയുക, കടൽ മാറും. ഇങ്ങനെ മുമ്പേ നടക്കുന്ന പുരോഹിതന്റെ അല്ലെങ്കിൽ ആചാര്യൻ കൈ ഉയർത്തുന്നു, വെള്ളം രണ്ടായിട്ട് മാറുന്നു, അതിൻ്റെ നടുവിൽ കൂടി ഇസ്രായേൽ ജനം കടന്നു പോകുന്നു. തൊട്ടു പിന്നാലെ ഫറവോനും സൈന്യവും വെള്ളത്തിലിറങ്ങുന്നു. വെള്ളം അവരെ മുക്കിക്കളയുന്നു. പരിശുദ്ധ മാമോദീസ കൂദാശയിൽ നമ്മൾ ഇങ്ങനെ ഒരു പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്: സാത്താനെയും അവൻ്റെ സകല സൈന്യങ്ങളെയും ഇതിൽ മുക്കിക്കൊല്ലുകയാണ്, ഈ വെള്ളത്തിൽ മുക്കിക്കൊല്ലുകയാണ്. ഫറവോനെയും അവൻ്റെ സകല സൈന്യങ്ങളെയും അവിടെ മുക്കിക്കൊല്ലുന്നത് പോലെ തന്നെ മിസ്രൈമിലെ തങ്ങളുടെ ഭോഗ ജീവിത കാലത്തിൻ്റെ എല്ലാ സുഖങ്ങളും ഈ വെള്ളത്തിനകത്ത് മുക്കിക്കൊന്നിട്ടാണ് ഈ പുതിയ കരയിലേക്ക്, പുതിയ അനുഭവത്തിൻ്റെ
രക്ഷയുടെ പുതിയ കരയിലേക്ക് ഈ ഇസ്രായേൽ ജനത്തെ മോശ കയറ്റിക്കൊണ്ടുപോകുന്നത്. ഇത് മാമോദീസയുടെ രണ്ടാമത്തെ പ്രതീകമാണ്. ഇതിൽ നിന്ന് നമ്മൾക്ക് എന്ത് ഓർമ്മിച്ചെടുക്കാനുണ്ട്? മിസ്രൈമിലായിരുന്ന സമയത്ത് ഇസ്രായേൽക്കാർക്ക് ഭയങ്കര അടിമപ്പണിയാണ്. ഒട്ടും തന്നെ കരുണയില്ലാത്ത രീതിയിലാണ് ഫറവോൻ അവരോട് പ്രവർത്തിക്കുന്നത്. എങ്കിൽ പോലും അവരവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടും വേദപുസ്തകം പറയുന്ന പ്രകാരം 10 പ്രാവശ്യം യഹോവയ്ക്കും അവന്റെ ദാസനായ മോശയ്ക്കുമെതിരായിട്ട് അവര് പിറുപിറുത്തു എന്ന് പറയുന്നു. ആദ്യം അവർ പിറുപിറുക്കുന്നു, ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല. വെള്ളം കിട്ടിയപ്പോൾ അവർ പറയുന്നു ഈ വെള്ളത്തിന് കയ്പാണ്. അത് കഴിയുമ്പോൾ അവർ പറയുന്നു ഞങ്ങൾക്ക് കഴിക്കാൻ അപ്പമില്ല. അപ്പം കിട്ടിയപ്പോൾ അവർ പറയുന്നു ഇറച്ചിയില്ല. ഇങ്ങനെ പിറുപിറുപ്പ് കയറി കയറി വന്ന് സംഖ്യാപുസ്തകത്തിൽ പറയുന്നു ഇവിടെ ഈ മന്ന 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 മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കവിടെ മിസ്രൈമിൽ ചുമന്നുള്ളി, വെളുത്തുള്ളി, കൊത്തുള്ളി, മല്ലി, ഒരു വാക്യാണ്. ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്നല്ലോ. ഇതെല്ലാം എന്താ സാധനം? ഇതെല്ലാം മസാലക്കൂട്ടാണ്. ഇപ്പോഴും നമ്മളിങ്ങനെ സ്വർഗീയ കനാനിലേക്ക് തീർത്ഥാടനം ചെയ്യുന്ന പ്രവാസ സമൂഹമാണ്. ഇപ്പൊ ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ ഒരു പാട്ടൊക്കെ കേട്ടു, എൻ്റെ ദേശം ഇവിടെയല്ല എന്നൊക്കെ പറഞ്ഞ് പാടുന്നുണ്ട് അല്ലേ? നമ്മളൊക്കെ പാടുന്നുണ്ട്, എൻ്റെ ദേശം ഇവിടെയല്ല, ഞാൻ അവിടേക്ക് നോക്കി പാർക്കുകയാണ്. ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു സമൂഹമാണ്. ഇസ്രായേൽ ജനത്തെ പോലെ മിസ്രൈമിൽ നിന്ന് അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ഭൗതികവും ഭൗമികവുമായ എല്ലാ ആസക്തികളിൽ നിന്നും പിന്മാറി സ്വർഗീയ കനാനും പ്രതീക്ഷിച്ചുകൊണ്ട് മരുഭൂമിയിലൂടെ അതിന്റെ പരീക്ഷണങ്ങളെ അതിജീവിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന ഒരു സമൂഹമാണ് ഞാനും നീയും. എന്നാലും നമ്മൾ ഇതുപോലെ ചിലപ്പോൾ പെറുപിറുക്കും. ഭൗതികമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി പെറുപിറുത്തിട്ട് അവസാനം ഇങ്ങനെ പറയും, മന്ന 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 മാത്രമേ ഇവിടെയുള്ളൂ, ഇച്ചിരി എരിവും പുളിയുള്ളൂ ഒന്നും ഇല്ലേ? നമ്മൾ വേറൊരു ഭാഷയല്ല ചോദിക്കുന്നത്, എങ്ങനെയാ ഈ കുർബാന 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 മാത്രമേ ഉള്ളൂ, അത്യാവശ്യം വേറെ ഇത്തിരി ഇല്ലേ, ഇച്ചിരി തരികിട പരിപാടിയൊക്കെ ഇല്ല, നമ്മളെ ടെൻ്റൊക്കെ അടിച്ച് നടത്തത്തില്ല അവിടെ ഇവിടെയൊക്കെ, അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇല്ലെന്ന് ചോദിക്കും. ഇത് സ്വാഭാവികമായൊരു മനമെടുപ്പാണ്. ഇസ്രായേൽക്കാർക്ക് അന്നുണ്ടായിട്ടുള്ള ഒരു മനമെടുപ്പാണ്. ഇത് നമുക്കും ഉണ്ടാവുന്നുണ്ട്. നമ്മളിങ്ങനെ തന്നെ പെറുപെറുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. മാമോദീസയുടെ രണ്ടാമത്തെ നിഴലായിരിക്കുന്ന ചെങ്കടൽ ഗർഭം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഫറവോനെയും അവന്റെ സകല സൈന്യങ്ങളെയും നമ്മൾ മുക്കിക്കൊന്നതാണ്. എന്നിട്ടാണ് നമ്മൾ മുന്നോട്ട് പോന്നിരിക്കുന്നത്. അവന്റെ സൈന്യത്തിലെ ഒരാള് പോലും, പിശാചിന്റെ സൈന്യത്തിലെ ഒരാൾ പോലും നമ്മളുടെ കൂട്ടത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഈ യാത്രയിലെന്ന് വളരെ ഭംഗിയായിട്ടും വ്യക്തമായിട്ടും നമ്മളോട് പറയുന്നുണ്ട്. അത് പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ മുറുകെ പറ്റുന്ന പാപങ്ങളെ വിട്ടുകളയുക, പിമ്പിലുള്ളത് ചവറ് എന്നെണ്ണിക്കൊണ്ട് മുൻപോട്ട് ഓടിക്കൊള്ളുക. ഈ ഒരു ബോധം ഇത് മാമോദീസ ഏറ്റിരിക്കുന്ന ഓരോരുവനെയും ആഴത്തിൽ ഭരിക്കേണ്ട സംഗതിയാണ്. ഇനി മൂന്നാമത്, യോർദാനിലെ ഗർഭം മാമോദീസയുടെ പ്രതീകമാണെന്ന് പറയുന്നു. യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽക്കാർ യോർദാന്റെ ഇപ്പുറത്ത് വന്ന് നിൽക്കുന്നു. അപ്പുറം കടക്കണം, അപ്പുറം കടന്നാല് എരിഹോ പട്ടണം കീഴടക്കണം. ഇങ്ങനെ ഒരു പ്രത്യേകമായ ഘട്ടത്തിൽ ഇവര് വന്ന്, ഒരു പ്രതിസന്ധിയിൽ ഇവർ വന്ന് നിൽക്കുകയാണ്. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് യോശുവ തന്റെ ജനത്തോട് പറയുന്ന ഒരു സന്ദേശമുണ്ട്. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തില് 3-4 അധ്യായങ്ങളിൽ ഇങ്ങനെ പറയും. 3-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തില് യോശുവ ജനത്തോട് പറയുന്നു, നിങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പീൻ, നാളെ നിങ്ങളൊരു അത്ഭുതം കാണും, അല്ലെങ്കിൽ ദൈവം നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും. യോശുവ പറയുകയാണ്, പുരോഹിതൻ സാക്ഷ്യപ്പെട്ടകവും വഹിച്ചുകൊണ്ട് യോർദാനിലെ വെള്ളത്തിലേക്ക് ഇറങ്ങും. സാക്ഷ്യപ്പെട്ടകം വഹിച്ചുകൊണ്ട് പുരോഹിതൻ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ വെള്ളം രണ്ടായിട്ട് മാറും. അതുവഴി നിങ്ങൾ അക്കരയ്ക്ക് പോവുക.
അവസാനത്തെ ആളും അക്കരെ കടന്ന് ചെന്നതിന് ശേഷം പുരോഹിതൻ തൻ്റെ കാല് വെള്ളത്തിൽ നിന്നെടുത്ത്, അല്ലെങ്കിൽ ആ ഉണങ്ങിയ നിലത്ത് നിന്നെടുത്ത് കരയിലേക്ക് പ്രവേശിക്കും. ആ സമയത്ത് വെള്ളം വീണ്ടും പൂർവ്വസ്ഥിതിയിലാകും. ഇവരിപ്രകാരം തന്നെ ചെയ്യുന്നുണ്ട്. ഇവരക്കരെ കടക്കുന്നുണ്ട്. എന്നാൽ അക്കരെ കടന്നു കഴിയുമ്പോൾ യോശുവ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ വെള്ളം പൂർവ്വസ്ഥിതിയിലാവുന്നതിന് മുമ്പ് 12 ഗോത്രങ്ങളിൽ നിന്ന് 12 പേരെ വിളിച്ചിട്ട് അവരോട് യോശുവ പറയുന്നുണ്ട്, നിങ്ങൾ 12 പേര് ആ ഉണങ്ങിയ നിലത്ത് പോയിട്ട് ഓരോ കല്ല് പെറുക്കിയെടുത്ത് നിങ്ങളുടെ വീടുകളിൽ കൊണ്ടുപോകണം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, എന്തിനു വേണ്ടിയിട്ടാണ് ഈ കല്ലുകൾ പെറുക്കിയെടുത്തത് എന്ന് ചോദിച്ചാൽ, വരും കാലത്ത് നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കും, അപ്പാ ഈ കല്ല് എന്തിനാണ് നമ്മളുടെ വീട്ടിൽ വെച്ചിരിക്കുന്നത്? അപ്പോ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ദൈവം നിങ്ങളുടെ പിതാക്കന്മാരെ അത്ഭുതകരമായി നടത്തിയ വഴിയുടെ ഓർമ്മക്കല്ലാണ്. യോശുവ പറയുന്നത്, ഈ കല്ല് നിങ്ങളുടെ വീട്ടിൽ എന്നേക്കും ഒരു ജ്ഞാപകമായിരിക്കണം, എന്നേക്കും ഒരു സ്മാരകമായിരിക്കണമെന്നാണ്. ദൈവം നമ്മുടെ പിതാക്കന്മാരെ അത്ഭുതകരമായി നടത്തിയ വഴികളെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലിന്റെ ഓർമ്മക്കല്ല് നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടായിരിക്കണം. പരിശുദ്ധനായ പരിമല തിരുമേനി ഒരു ഓർമ്മക്കല്ലാണ്. ദൈവം എങ്ങനെയാണ് ചാതുരുത്തിയിൽ നിന്ന് പരിമല വരെ അത്ഭുതകരമായ ഒരു മനുഷ്യനെ നടത്തിയത് എന്നുള്ളതിന്റെ ഒരു ഓർമ്മക്കല്ലാണ്. അപ്പൊ തിരുമേനിയുടെ ഒരു പടം നമ്മളുടെ വീട്ടിലിരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോട് ചോദിക്കും, ഇതാരാണ്? അപ്പൊ വിശുദ്ധമായ ഒരു ജീവിതത്തിന്റെ ചരിത്രം നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട്. സഭാചരിത്രമൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. AD 52 മുതൽ ഇങ്ങ് അവസാനം വരെ നമ്മൾക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ വിശുദ്ധമായ ചില വഴികളുടെ ചരിത്രം കൂടി തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഭാരമേറിയ ആത്മീയ ഉത്തരവാദിത്വം നമ്മൾക്കുണ്ട് എന്ന് ഓർത്തിരിക്കാം. എനിക്ക് തോന്നുന്നു പിതാക്കന്മാര് സഞ്ചരിച്ച വഴികളെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഇല്ലാത്തത് കൊണ്ടാവും ഒരാഴമേറിയ വിശ്വാസമൊന്നും നമ്മളുടെ കുഞ്ഞുങ്ങൾക്കിപ്പോ ഇല്ലാതെ വരുന്നത്. ദൈവ നടത്തിപ്പ് എന്ന് പറയുന്ന ആ ഒരു വാക്ക് ഇപ്പൊ ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല. എല്ലാവരും അവരുടെ ബുദ്ധിയിലും അവരുടെ ശക്തിയിലും ഒക്കെ ആശ്രയിക്കുന്നത്. നമ്മൾക്കിപ്പോ പൈസ കൊണ്ടൊന്നും വാങ്ങിക്കാൻ പറ്റുന്നില്ല, മരുന്ന് കൊണ്ട് നമ്മൾക്കൊന്നും വാങ്ങിക്കാൻ പറ്റുന്നില്ല, പദവി കൊണ്ട് നമുക്കൊന്നും സ്വാധീനിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് മാത്രമാണ് ഇപ്പൊ ആളുകളൊക്കെ ചങ്ക് പൊട്ടി നിലവിളിക്കുന്നത്, ദൈവമേ എന്ന്. ബാക്കി അവന്റെ കയ്യിലുള്ള എല്ലാത്തരം ഉപാധികളും വെച്ച് നോക്കും ഒരു പ്രതിസന്ധി വരുമ്പോ എങ്ങനെയൊക്കെ അതിജീവിക്കാമെന്ന്. എന്നാൽ ഇതൊന്നും ഫലിക്കാതെ വരുന്ന സമയത്ത് നമ്മളൊക്കെ വിളിക്കുന്ന ഒരു വിളിയുണ്ടല്ലോ, ദൈവമേ എന്ന്, ഉള്ളു പൊട്ടിയിട്ട്. ഇതിനെക്കുറിച്ചാണ് ഈ ഒരു ദൈവാശ്രയബോധം. ഇത്തരത്തിൽ ആഴമേറിയ ഒരു ദൈവാശ്രയബോധം നമുക്കുണ്ടാവണം. അതിന് ദൈവം നടത്തിയ പിതാക്കന്മാരെ കുറിച്ചുള്ള ഓർമ്മക്കല്ലുകൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. അഹറോന്റെ മാർപ്പതക്കത്തിൽ 12 ഗോത്രങ്ങളെ കുറിച്ചും ഓർമ്മിക്കാനായിട്ട് ഓർമ്മക്കല്ലുകൾ കൊത്തിവെച്ചിരുന്നത് പോലെ നമ്മളുടെ ഹൃദയത്തിലും എപ്പോഴും ചില ഓർമ്മകൾ, വിശുദ്ധമായ ചില ഓർമ്മകൾ, വിശുദ്ധമായ ജീവിതങ്ങളുടെ ചില ഓർമ്മകൾ എപ്പോഴും നമ്മൾക്ക് ഉണ്ടായിരിക്കേണ്ടതായിട്ടുണ്ട്. 4ാമത് പരിശുദ്ധ മാമോദീസ ഓർമ്മിപ്പിക്കുന്ന, അല്ലെങ്കിൽ മാമോദീസായെ ഓർമ്മിപ്പിക്കുന്ന പഴയ നിയമ ഭാഗം തിമിംഗലത്തിന്റെ ഗർഭമാണ്. യോനയെ വിഴുങ്ങിയ തിമിംഗലത്തിന്റെ ഗർഭം. ഇതും വെള്ളത്തിൽ കൂടെയുള്ള ഒരു കടന്നുപോക്കാണ്. അത് അനുസരണം പഠിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ അനുസരണമുള്ളവരായിരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ്. എന്താ അനുസരണം? അനുസരണം എന്നുള്ള വാക്കിന്റെ അർത്ഥം കൂടെ സരിക്കുക, കൂടെ നടക്കുക എന്നേ ഉള്ളൂ. ഞാൻ പഠിച്ച കോളേജ് നല്ല അനുസരണമുള്ള കുട്ടികളുടെ ആയിരുന്നു, ലോ കോളേജിലെ. അപ്പൊ മിക്കവാറും ഒക്കെ അധ്യാപകർക്ക് അനുസരണത്തെ കുറിച്ച് പറഞ്ഞു തരാനുള്ള സന്ദർഭം ആവശ്യത്തിനുണ്ടായിരുന്നതാണ്. അപ്പൊ അന്ന് ഒരു
സാറ് ഞങ്ങളോട് പറഞ്ഞു തന്ന ഒരു കഥയുണ്ട്. എന്താണ് അനുസരണമെന്ന്. ഇതുപോലെ സാറ് ചോദിക്കുകയാണ്, എന്താ അനുസരണം? നമ്മൾ ന്യായമായിട്ടും പറയും, പറഞ്ഞ കേൾക്കുന്നതാണ് അനുസരണം. സാറ് സമ്മതിക്കുന്നില്ല. സാറ് പറയുന്നു, പറഞ്ഞ കേൾക്കുന്നതല്ല അനുസരണം, പറയാതെ കേൾക്കുന്നതാണ് അനുസരണം. ഇതിങ്ങനെ ഒരു സ്ഥലത്ത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മളുടെ അന്തോണിയോസ് തിരുമേനി പ്രസംഗമൊക്കെ നിർത്തിച്ചിട്ട് ഒരു 2 പഴഞ്ചൊല്ല് പറഞ്ഞു. പറഞ്ഞ കേൾക്കുന്നവനെ കണ്ടാ കുളിക്കണം, പറഞ്ഞ കേൾക്കുന്നവരുടെ കാലത്ത് നാട് മുടിഞ്ഞു പോകുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എനിക്കറിയില്ല. എൻ്റെ ഈ പറഞ്ഞ കേൾക്കുന്നതും പറയാതെ കേൾക്കുന്നതുമായിട്ടുള്ള വ്യത്യാസം, പ്രായമായ അപ്പച്ചൻ ഇത്തിരി വെറ്റിലേക്ക് മുറുക്കും. അപ്പം അപ്പച്ചന് മുറുക്കാനായിട്ട് നാക്ക് തരിക്കുന്ന സമയത്ത് അപ്പച്ചൻ ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ ഇങ്ങനെ നോക്കും. അപ്പം തന്നെ അമ്മച്ചി ആ വെറ്റിലയും പാക്കും എല്ലാം കൂടെ കയ്യിലോട്ടം കൊടുക്കും. ഇത് വായിലൊക്കെ ഇട്ടിട്ട് ഇത്തിരി മുറുക്കിയൊക്കെ കഴിഞ്ഞിട്ട് എന്നറിയത്തില്ല, ഒരു പ്രത്യേക ശബ്ദം വരും. അപ്പൊ ഇത് കേൾക്കുമ്പോൾ തന്നെ അമ്മച്ചി ഇപ്പുറത്തൂടെ കോളാമ്പി മുമ്പിൽ കൊണ്ടു കൊടുക്കും. വല്ലതും പറഞ്ഞു ഇവര് തമ്മില്, പക്ഷെ ഭയങ്കര ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നില്ലേ. പ്രായമായ അപ്പച്ചനും അമ്മച്ചിയൊക്കെ ആണെങ്കിൽ ദേ, അല്ലേ, പിന്നെ, തൊട്ടെ ഇങ്ങനെയൊക്കെയല്ലേ വിളിക്കുന്നത്. ഇപ്പോഴത്തെ പോലെ ഡാന്നല്ല, ദേ ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴത്തെ കാലത്താണെങ്കിലോ ഭാര്യയും ഭർത്താവും ചെറുപ്പക്കാരനാണ്, 2 പേർക്കും ജോലിയുണ്ട്, 2 പേർക്ക് ക്ഷീണമുണ്ട്. വൈകിട്ട് 2 പേര് ജോലി കഴിഞ്ഞിട്ട് വീട്ടിൽ വരുന്ന സമയത്ത് ഡ്രസ്സൊക്കെ മാറിയിട്ട് തിരിച്ച് ഭർത്താവ് വന്ന ആ ഉമ്മറത്ത് വന്നിരിക്കും. അയാൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അകത്തോട്ട് വിളിച്ചു പറയും, ഒരു കാപ്പി ഇങ്ങ് എടുത്തോണേന്ന്. ഇപ്പൊ കിട്ടും. 2 മിനിറ്റ് കഴിഞ്ഞ് ഇയാൾ പറയും, ഇച്ചിരി ചൂടുവെള്ളം, അതും കിട്ടും. ആ കൊച്ചിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് ക്ഷീണമുള്ളതുകൊണ്ട്, ജോലി കഴിഞ്ഞിട്ട് വന്നാൽ. ഇയാൾ അകത്ത് പോയിച്ചിട്ട് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചിട്ട് തിരിച്ചു വരും. പറഞ്ഞിട്ടും കേട്ടോ, പറയാതെ കേൾക്കുന്നുണ്ട്, പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. ഈ അനുസരിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ പണിയല്ലെന്ന് വേദപുസ്തകത്തിലുണ്ട്. ഒരു തോട്ടത്തിൽ വെച്ചാണ് മനുഷ്യൻ അനുസരണം ക്കുന്നത്. ഏദൻ തോട്ടത്തിൽ വെച്ച്, ഒരു തോട്ടത്തിൽ വെച്ചാണ് ദൈവം അനുസരണം തിരിച്ചു പിടിക്കുന്നത്. ഗത്സമന തോട്ടത്തിൽ വെച്ചിട്ട്. ഇത് രണ്ടും തോട്ടത്തിലെ കളികളാണ്. തോട്ടത്തിൽ നല്ല അധ്വാനം വേണ്ടിയ സ്ഥലമാണ്, നന്നായിട്ട് കിളക്കേണ്ട സ്ഥലമാണ് തോട്ടം. അപ്പൊ അനുസരണം ഇവിടെ വിളയുന്ന ഒരു സാധനമാണെങ്കിൽ നല്ല അധ്വാനം അതിന് വേണമെന്നാണ് അതിൻ്റെ അർത്ഥം. ആദാം തെറ്റിപ്പോകുന്നത് ഏദൻ തോട്ടത്തിൽ വെച്ചാണ്. രണ്ടാമത്തെ ആദാമായ ക്രിസ്തു ദൈവത്തിന്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നടപ്പിലാകണമെന്ന് പറയുന്നത് ഗത്സമന തോട്ടത്തിൽ വെച്ചാണ്. ആ സമയത്ത് അവന്റെ വിയർപ്പ് രക്തത്തുള്ളിയായി തീർന്നുവെന്ന് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ വിയർപ്പ് രക്തമാവുന്ന തരത്തിൽ പ്രാർത്ഥന ആവശ്യമുള്ള ഒരു സംഗതിയാണ് അനുസരണം. പരിശുദ്ധനായ പാമ്പാടി തിരുമേനി പറയും, പ്രാർത്ഥന ആവശ്യമില്ലാതിരുന്നവനായ ദൈവപുത്രൻ വിയർപ്പ് രക്തമാവുന്ന തരത്തിൽ പ്രാർത്ഥിച്ചെങ്കിൽ നമ്മൾ എത്രയധികം പ്രാർത്ഥിക്കണം ദൈവത്തിന്റെ ഇഷ്ടം ജീവിതത്തിൽ നടപ്പിലാകണം എന്ന് ശീലിക്കാനായിട്ട്. ഇതൊരു തോട്ടത്തിലെ പണി ആയതുകൊണ്ടായിരിക്കും അപ്രേം പിതാവൊക്കെ ഈ നമ്മളുടെ 7 യാമത്തിലെ നമസ്കാരത്തെക്കുറിച്ച് ഈ കൃഷിപ്പണിയോട് ഉപമിക്കുന്നത്. സന്ധ്യാ നമസ്കാരത്തിന് വന്ന് നിലമൊരുക്കുക, സൂത്താറ നമസ്കാരത്തിന് വിത്തിടുക, രാത്രി നമസ്കാരത്തിൻ്റെ 4 കൗമായിൽ 1-ാമത്തെ കൗമായിൽ കളപറിക്കുക, 2-ാം കൗമായിൽ കല്ല് പെറുക്കുക, 3-ാം കൗമായിൽ മുള്ളു മാറ്റുക, 4-ാം കൗമായിൽ വേലി കെട്ടുക. അപ്പോൾ രാത്രി കഴിഞ്ഞ് പ്രഭാതമാകുമ്പോഴത്തേക്കും ഇത് കൊയ്യാറാവുന്നു. പ്രഭാത നമസ്കാരത്തിന് ഇത് കൊയ്യുക, 3-ാം തവണ നമസ്കാരത്തിന് ഇത് ചുമന്നുകൊണ്ട് വരിക, 6-ാം മണി നമസ്കാരത്തിന് ഇത് മെതിച്ചു വെക്കുക, 9-ാം മണി നമസ്കാരത്തിന് ഇത് സാധുക്കൾക്ക് മുഴുവൻ വിതരണം ചെയ്യുക
പിന്നെയും നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലാത്തത് കൊണ്ട് സന്ധ്യാ നമസ്കാരത്തിന് കിളയ്ക്കാൻ പോവാ. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ നിരന്തരമുള്ളൊരു അധ്വാനം, നിരന്തരമുള്ള ഒരു പ്രാർത്ഥന കൊണ്ടാണ് നമുക്ക് ദൈവത്തിന്റെ ഇഷ്ടം ജീവിതത്തിൽ നടപ്പിലാകണമെന്ന് പറയാനായിട്ട് പറ്റൂ. ആ ഒരു കരുത്ത്, എന്റെ ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കും, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന്, അങ്ങയുടെ രാജ്യം ഭൂമിയിലുമാകണമേ, സ്വർഗത്തിലെ പോലെ തന്നെ അങ്ങയുടെ ഇഷ്ടം ഭൂമിയിലുമാകണമേ എന്നൊക്കെ എപ്പോഴും പറയുന്നുണ്ട്. പക്ഷെ മിക്കവാറൊക്കെ നമ്മുടെ ഇഷ്ടമാണ് നടപ്പിലാക്കുന്നത്. നമ്മൾ അങ്ങോട്ടൊരു ലിസ്റ്റ് കൊടുത്തിട്ട് നമ്മളുടെ ഇഷ്ടം നടപ്പിലാക്കാനായിട്ട് ദൈവത്തെ നിർബന്ധിക്കുക ചെയ്യുക. പൂർണ്ണമായിട്ടും ദൈവത്തിന് വിട്ടുകൊടുക്കാനായിട്ട് മാമോദീസ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യോനായെ അനുസരണം പഠിപ്പിച്ചത് തിമിംഗലമാണ്. തന്റെ ഇഷ്ടത്തിനാണ് യോന സഞ്ചരിച്ചു പോകുന്നത്. പക്ഷെ ഈ തിമിംഗലത്തിന്റെ ഗർഭത്തിൽ വെച്ചിട്ട് ഇയാൾക്ക് മാനസാന്തരം ഉണ്ടാകുകയാണ്. ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് മതിയെ എന്ന് ഇയാൾ ഏറ്റുപറയുകയാണ്. അതുകൊണ്ടാണ് അത് മാമോദീസയുടെ ഒരു നിഴലായിട്ട് പിതാക്കന്മാരെ കാണുന്നത്. ഇനി അഞ്ചാമത്തേതും അവസാനത്തേതുമായ മാമോദീസയുടെ നിഴല് പഴയ നിയമത്തിൽ കാണുന്നത്, ഇതുവരെ 4 എണ്ണവും വെള്ളത്തിലുള്ളതാണ്, ഇനിയുള്ളത് അഗ്നിയിലുള്ളതാണ്. തീച്ചൂളയിലെ ഗർഭമാണ്. തീച്ചൂളയിലെ ഗർഭം ദാനിയേലിന്റെ പുസ്തകത്തിലാണ്. 3 ചെറുപ്പക്കാര് അഗ്നിച്ചൂളയിൽ എടുത്തെറിയുന്നു, എന്നാൽ അവരതിൽ ദഹിച്ചു പോകുന്നില്ല. ഈ ചെറുപ്പക്കാർ യാതൊരു തരത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല. അവരെ പിടിച്ചോണ്ട് പോകുന്നു. രാജകീയമായ ഭക്ഷണം എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവര് പറയുന്നു, ഞങ്ങൾക്ക് നോയമ്പിലെ ഭക്ഷണം മതി, ഞങ്ങൾക്ക് ശാഖഭോജനം മതി. രാജാവിന്റെ ഭോജനം കൊണ്ട് അവരവരുടെ ഉദരം നിറയ്ക്കുന്നില്ല. അപ്പൊ ഈ കാര്യവിചാരകൻ വന്നിട്ട് അവരോട് പറയാണ്, നിങ്ങൾ ഈ 2-3 ചെറുപ്പക്കാർ മാത്രം രാജകീയ ഭക്ഷണം കഴിക്കാതിരുന്നാൽ മറ്റുള്ളവരെക്കാട്ടിൽ നിങ്ങൾ ക്ഷീണിച്ചു പോകത്തില്ലയോ? നിങ്ങൾ നോയമ്പെടുത്താൽ ഈ ബാക്കി പിള്ളേരൊക്കെ, നിങ്ങളുടെ സ്കൂളിൽ തന്നെ പഠിക്കുന്ന ബാക്കി പിള്ളേരൊക്കെ രാവിലെ ബോൺവിറ്റായും ജ്യോതിഷ് ബ്രഹ്മിയൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ 50 നോയമ്പൊക്കെ എടുത്ത് രാവിലെ ഭക്ഷണം കഴിക്കാതെ സ്കൂളിൽ പോയാൽ നിങ്ങൾക്ക് അത്ര ഓർമ്മ കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് ഭക്ഷണം കഴിക്കണം ഇല്ലേ? നമ്മുടെ വീട്ടിലിപ്പോൾ അമ്മമാരൊക്കെ ചിലപ്പോൾ പറയുന്നത് പോലെയാണ് ഈ പറയുന്ന ആ രാജധാനി വിചാരിപ്പുകാരൻ വന്നിട്ട് പറയുകയാണ്, നിങ്ങളിങ്ങനെ നോയമ്പെടുത്താൽ ശരിയാവത്തില്ല, മറ്റു പിള്ളേരെക്കാട്ടിൽ നിങ്ങൾ ക്ഷീണിച്ചു പോകും. അപ്പൊ ഇവർ പറയുന്നത്, നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്, ഒരു 10 ദിവസം ഞങ്ങൾ ഇതൊന്ന് കഴിച്ചോട്ടെ എന്ന് നിങ്ങളൊന്ന് നോക്കാം. അവരെക്കാട്ടിൽ ഞങ്ങൾക്ക് തേജസ് വല്ലതും കുറയുകയാണെങ്കിൽ ഞങ്ങൾ ആ ഭക്ഷണം കഴിച്ചോളാം. അപ്പോൾ 10 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ തേജസ് ഉള്ളത്. ഈ 3 ചെറുപ്പക്കാർക്ക് ഭയങ്കരമായൊരു ശോഭയാണ്, ഈ നോയമ്പെടുത്ത ചെറുപ്പക്കാർക്ക്. യാതൊരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാനുള്ളതല്ല സത്യവിശ്വാസം എന്നീ ചെറുപ്പക്കാർ പഠിപ്പിക്കുന്നുണ്ട്, ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമുക്ക് മരിക്കാനായിട്ട് എത്ര അടി വേണം, എത്ര അടി മണ്ണ് വേണം മരിക്കാനായിട്ട്? 6 അടി മണ്ണ് മതി എന്ന് നമ്മൾ പറയാം. ഇപ്പൊ ഈ വലിയ കല്ലറയൊക്കെ കെട്ടുമ്പോൾ എനിക്കറിയത്തില്ല, കുറച്ചും കൂടെ വേണമായിരിക്കും. പക്ഷെ 6 അടി മണ്ണ് മതി സാമാന്യ അളവിലൊക്കെ ആണെങ്കിൽ. ജീവിക്കാൻ എത്ര അടി മണ്ണ് വേണം ഒന്ന് ആലോചിച്ചേ. ജീവിക്കാൻ എത്ര അടി മണ്ണ് വേണം? നമ്മൾക്ക് തികയത്തില്ല അല്ലെ? എത്രയായാലും തികയത്തില്ല. കയ്യാലെ ശകലം മാറ്റി വെച്ചാൽ നമുക്ക് ആ പറമ്പിൽ ഒരു സാധനം പോലും അവിടെ വെക്കാനുള്ള ഇട പോലും ഇല്ലെങ്കിൽ ഒരു വിരൽപ്പാട് കിട്ടിയാലും നമുക്ക് സന്തോഷമാണ്. എന്ത് സന്തോഷമാണെന്നറിയത്തില്ല, എന്തോ ഒരു സന്തോഷം. പക്ഷെ ജീവിക്കാൻ നമുക്ക് 6 അടി പോലും വേണ്ട, 2 അടി മണ്ണ് മതി. നട്ടലുണ്ടെങ്കിൽ നേരെ നിൽക്കാനായിട്ട് 2 അടി മണ്ണ് മതി, കാലുറപ്പിച്ച് നിൽക്കാനായിട്ട്. അത് കോംപ്രമൈസ് ചെയ്യാത്തവർക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സത്യവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാത്തവരും കുറ്റമില്ലാത്തവരുമായി ഞങ്ങളെ ആക്കി തീർക്കണമേ എന്ന് ഒരു പ്രാർത്ഥനയുണ്ട് നമ്മളുടെ തക്സയിൽ. ഈ ചെറുപ്പക്കാരത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. നട്ടലിനോടുകൂടി അവർ നിൽക്കുന്നുണ്ട്. ഈ അഗ്നിച്ചൂളയിൽ അവരുടെ ശോഭ അതുമൂലം വെളിപ്പെടുന്നുണ്ട്. അവരുടെ വിശ്വാസത്തിന്റെ തീഷ്ണത മൂലം
അത് വെളിപ്പെടുത്തുന്നുണ്ട്. മാമോദീസയിൽ നമ്മൾ പ്രാപിക്കുന്നതും ഈ സത്യവിശ്വാസമാണ്. പൈതൃകമായിട്ട് വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലിക്കൊണ്ട് നമ്മളിത് പ്രാപിച്ചെടുക്കുകയാണ്. അപ്പൊ ഈ 5 കാര്യങ്ങൾ മനസ്സിലൊന്ന് ഓർത്ത് വയ്ക്കാം. 5 കാര്യങ്ങളെന്ന് പറയുമ്പോൾ മാമോദീസയില് അല്ലെങ്കിൽ അതിന്റെ മുൻകുറിയായിട്ട് സഭാമ്മയുടെ ഗർഭപാത്രമാകുന്ന മാമോദീസയിൽ നിന്ന് നമ്മൾ ധരിച്ചിട്ടുള്ള 5 ധാരണകൾ. മാമോദീസയെ കുറിച്ച് ചുമ്മാ പഠിക്കാന്ന് പറഞ്ഞാല് ഈ ആരെങ്കിലുമായിട്ടൊക്കെ തർക്കിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വേദവാക്യം കാണാൻ പഠിക്കാന്നല്ല. ഈ തർക്കിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ നാക്കുകൊണ്ടല്ല, നമ്മളുടെ ജീവിതം കൊണ്ടാണ്. ശരിക്കും ആളുകളൊക്കെ വന്നിട്ട് നമ്മളോട് പറയുന്നു, ഈ പ്രായമായിട്ട് മാമോദീസ ഏറ്റാൽ മതി, നിങ്ങൾ ഈ മാമോദീസ ഏറ്റത് ശരിയായില്ല എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്നാ? നമ്മൾ മാമോദീസ ഏറ്റതിനനുസരിച്ചല്ല ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണല്ലോ. ശരിയല്ലേ? അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും നമ്മളോട് ഒന്ന് പറയുമോ? നമ്മൾ മാമോദീസ ഏറ്റതനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നതും നമ്മളുടെ കുഞ്ഞുങ്ങളെ നമ്മൾ അപ്രകാരമാണ് മാമോദീസ ഏറ്റതിനനുസൃതമായിട്ടാണ് ജീവിക്കുന്നത്, ആ ധാരണകൾ കൊണ്ടാണ് അവരെ ഈ ലോകത്തെ നോക്കി കാണുന്നത് എങ്കിൽ ആരും നമ്മളോടൊന്ന് സംശയം പറയില്ല നിങ്ങൾ ചെയ്തത് തെറ്റിപ്പോയി എന്ന്. അപ്പൊ ഈ സിദ്ധാന്തങ്ങളുടെയോ തത്വങ്ങളുടെയോ കുഴപ്പമല്ല, മറിച്ച് നമ്മളുടെ ജീവിതം ഇതിൽ പ്രായോഗികമാവാത്തതിന്റെ ചില പ്രശ്നങ്ങളാണ് നമ്മൾ ഈ നേരിടുന്ന വേദവിപരീതങ്ങളെന്നൊക്കെ നമ്മൾ ഓർത്തിരിക്കാം. 5 സംഗതികളിൽ ഒന്നാമത്തേത് നോഹയുടെ പെട്ടകമാണ്. അത് നമ്മളെ ഓർമ്മിപ്പിച്ചത് ആരാധനാ ജീവിതത്തിൽ വെള്ളം ചേർക്കരുത് എന്നുള്ള കാര്യമാണ്. അളവ് വ്യത്യാസം കാണിക്കരുത് യാതൊരു തരത്തിലും. രണ്ടാമത് നമ്മളെ ഓർമ്മിപ്പിച്ചത് ചെങ്കടലിന്റെ ഗർഭമാണ്. അത് നമ്മളോട് പറയുന്നത് സാത്താനെയും അവന്റെ സകല സൈന്യങ്ങളെയും നമ്മൾ മാമോദീസ വെള്ളത്തിൽ മുക്കിക്കൊന്നതാണ്. വീണ്ടും അവന്റെ സൈന്യത്തിലുള്ള ആരെയും കൂട്ടുപിടിച്ചുകൊണ്ട് പോരരുത് ഈ ജീവിതത്തില്, രക്ഷാജീവിതത്തില്. മൂന്നാമത് യോർദാനിലെ ഗർഭം നമ്മളെ ഓർമ്മിപ്പിച്ചത് ചില ഓർമ്മക്കല്ലൊക്കെ പെറുക്കിയെടുക്കണം. ദൈവം നമ്മളെ അത്ഭുതകരമായിട്ട് നടത്തിയ, പിതാക്കന്മാരെ നടത്തിയ വഴികളെ കുറിച്ചുള്ള ചില ഓർമ്മക്കല്ലുകളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ച് അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മൾ പലതരം പൈതൃകങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരാണ് അല്ലെ. തലമുറ കൈമാറി കെടാതെ നമ്മൾ സൂക്ഷിക്കുന്ന പലതുമുണ്ട്. പണ്ടൊരു കൊച്ച് സ്കൂളിൽ പോയപ്പോഴേ, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ, അവന് സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ അവനവന്റെ കൂട്ടുകാരൻ്റെ ഒരു പെൻസിൽ അടിച്ചടക്കി. ഈ നേരത്തെയൊക്കെ ആണെങ്കിൽ ഈ കൂട്ടുകാരനങ്ങ് ബഹളം വെച്ചിട്ട് പറഞ്ഞു, ഇവൻ എൻ്റെ പെൻസിൽ മോഷ്ടിച്ചു മിസ്സേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നേരത്തെയൊക്കെ ആണെങ്കിൽ എന്താ പറയാ, നമ്മളെ ഡ്രില്ല് മാഷ് പിടിച്ച് 2 തല്ലും തന്ന് വീട്ടിലോട്ട് വിടും, ഇനി മേലെ ആവർത്തിക്കരുതെന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഈ പിള്ളേർക്കൊക്കെ നമ്മൾ ഒരുപാട് ഫീസ് കൊടുത്തല്ലേ പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ടീച്ചർമാർക്കൊക്കെ ആവശ്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ട് താനും. അപ്പൊ അന്ന് സ്കൂളിന്റെ പ്രിൻസിപ്പള് ഉച്ചയായപ്പോ ഈ മോഷണക്കുറ്റം ആരോപിക്കപ്പെട്ട കുഞ്ഞിന്റെ അപ്പനെ വിളിച്ചിട്ട് ഫോണിൽ പറയുന്നു, നിങ്ങളുടെ കൊച്ച് വലിയൊരു ക്രൈം ചെയ്തിട്ടുണ്ട്, അവനിങ്ങനെ ഒരു മോഷണ സ്വഭാവമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് അവനെ ഒരു എന്താ പറയാ ക്രിമിനൽ സൈക്കോളജിസ്റ്റിനെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് അപ്പനെ പേടിപ്പിച്ചു. വൈകുന്നേരം ഈ കൊച്ചിങ്ങനെ ബാഗൊക്കെ തൂക്കി വീട്ടിലേക്ക് വരികയാണ്. അപ്പനിവിടെ കസേരയിൽ ഇരിപ്പുണ്ട്. അപ്പനിവിടെ പീലാത്തോസിനെ പോലെ ഇങ്ങനെ ഇരിക്കുന്നു. കൊച്ചാണെങ്കിൽ കർത്താവ് വരുന്ന പോലെ ഈ ബാഗെല്ലാം തൂക്കി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പന്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്, ടീച്ചർ ഒന്ന് സ്കൂളിൽ വെച്ച് നിന്നെ വഴക്ക് പറഞ്ഞോ? വഴക്ക് പറഞ്ഞു. എന്തിനാ വഴക്ക് പറഞ്ഞേ? ഞാനൊരു പെൻസിൽ എടുത്തേന. അപ്പന്റെ അടുത്ത വാക്ക് ഇങ്ങനെയാണ്, നീ എന്തിനാണ് വല്ലവന്റെ പെൻസിൽ എടുക്കാൻ പോയത്? നിനക്ക് ആവശ്യമുള്ളത് ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് അടിച്ചോണ്ട് പോരുന്നില്ലേ എന്ന് ചോദിച്ചു. നിനക്ക് ആവശ്യമുള്ളത് ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഞാൻ കട്ടോണ്ട് വരുന്നില്ലേ, പിന്നെ നീ എന്തിനാ വേറെ വല്ലവൻ്റെ എടുത്തിട്ട് പോവാ? ഇങ്ങനെ തലമുറ കൈമാറി ചിലതൊക്കെ നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചല്ല പറഞ്ഞത്, വിശുദ്ധമായിട്ട് നമ്മളുടെ പിതാക്കന്മാർ നടത്തിയ ചില വഴികളുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ഒരു ഓർമ്മ നമ്മളുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ടും ഉണ്ടാവണം. ദൈവ നടത്തിപ്പിന്റെ അത്ഭുതകരമായ വഴികളെ കുറിച്ചിട്ടുള്ള ഓർമ്മ. യോനായുടെ അല്ലെങ്കിൽ തിമിംഗലത്തിന്റെ ഗർഭം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അനുസരണത്തെക്കുറിച്ചാണ്. ദൈവത്തെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ വിയർപ്പ് രക്തമാവുന്ന തരത്തിൽ പ്രാർത്ഥന ആവശ്യമുള്ള സംഗതിയാണെന്ന് ആ ഗർഭപാത്രം നമ്മളെ ഓർമ്മിപ്പിക്കും. അവസാനം
തീച്ചൂളയിലെ അഗ്നിഗർഭം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് വിശ്വാസത്തിൽ വ്യതിചലനം ഉണ്ടാവരുത്. യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും നോയമ്പിനോടോ അല്ലെങ്കിൽ ആരാധനാ ജീവിതത്തിലോ ഉണ്ടാവാൻ പാടില്ല. ഇപ്പം ഈ നോയമ്പ് നോക്കണമെന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? ആഹാരശുദ്ധി ശരീരശുദ്ധി വരുത്തും, ശരീരശുദ്ധി മനഃശുദ്ധി വരുത്തും, മനഃശുദ്ധി ആത്മശുദ്ധി വരുത്തും. ഈ കടുവയുടെയും മുയലിൻ്റെയും സ്വഭാവം രണ്ടും രണ്ടല്ലേ? രണ്ടും കഴിക്കുന്ന ഭക്ഷണം രണ്ടാ. നമ്മുടെ നാട്ടിൽ ഈ വിവാഹമോചനം കൂടിയത് എന്നോട്ടാ ഒരു 10-20 വർഷമല്ലേ ആയുള്ളൂ. അതിനു മുമ്പ് ഇത്രയധികം വിവാഹമോചനമൊന്നും ഇല്ലായിരുന്നല്ലോ. ഇനി പറയുന്ന കേട്ടിട്ട് നിങ്ങൾ എന്നെ ഓടിച്ചു വിടരുത്. നമ്മൾ ഈ കല്യാണത്തിനൊക്കെ ബിരിയാണി വെക്കാൻ തുടങ്ങി, പിന്നെ വിവാഹമോചനം കൂടാൻ തുടങ്ങി. അല്ല, നിങ്ങൾ പോയി തപ്പി നോക്കിയോ? ഈ സദ്യയൊക്കെ നടത്തിയിട്ടുള്ള കല്യാണമൊക്കെ കുറച്ചും കൂടെ ഉറപ്പുള്ളതെന്നാ തോന്നുന്നു. എന്താ കാരണം എന്നറിയോ? ഈ ആഹാര രീതിക്ക് നമ്മളുടെ സ്വഭാവത്തെ സ്വാധീനിക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണെന്ന് സാമൂഹ്യ ശാസ്ത്രം പഠിപ്പിക്കുന്ന ആളുകളൊക്കെ പറയാറുണ്ട്. ഇപ്പം നമ്മളൊരു സദ്യ ഉണ്ണുമ്പോൾ, ഒരു ചോറുണ്ണുമ്പോൾ, ഇപ്പോൾ പോട്ടെ, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പൊതിച്ചോറ് കൊണ്ടുപോകുന്ന ഒരു കാലത്ത് നമുക്കറിയാം, നമ്മൾ പല കറിയായിട്ടാണ് പോകുന്നത്. ഈ ചോറുമായിട്ട് അവിടെ ചെന്നാലും നമ്മളുടെ കറി മാത്രം കൂട്ടിയിട്ടുള്ള ചോറുണ്ണുന്നത്, ആ കൊണ്ടുവന്നിട്ടുള്ള എല്ലാവരുടെയും കൂടെ കറി എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ കഴിക്കുന്നത്, ഒരു സദ്യ പോലെ. അപ്പം അതിൻ്റെ അങ്ങേയറ്റത്ത് പാവയ്ക്കയുടെ തീയലുണ്ട്, ഇങ്ങേയറ്റത്ത് കൈതച്ചക്കയുടെ പച്ചടിയുണ്ട്. ഇപ്പോൾ കയ്പുണ്ട്, മധുരമുണ്ട്. അപ്പം ഇങ്ങനെ ഈ കയ്പും മധുരം എല്ലാം കൂടെ ഒരുമിച്ച് ഈ 5 സ്പൂണും കൂടെ കൂട്ടി നമ്മൾ വായിലേക്ക് വയ്ക്കുന്നു, ഉൾക്കൊള്ളുന്നു. ഇങ്ങനെ കയ്പും മധുരവും ഒരുപോലെ ഉൾക്കൊള്ളാനുള്ള ഒരു ശേഷി ശരീരത്തിനുണ്ടാവുന്നു. ശരീരം അത് മനസ്സിന് പകർന്നു കൊടുക്കുന്നു. മനസ്സിലായല്ലോ? ഇപ്പം നമ്മൾ പറയും കൊച്ചു പിള്ളേർക്ക്, ചില കൊച്ചമ്മമാരൊക്കെ ഇല്ല, കൊച്ചമ്മമാരല്ല, കൊച്ചമ്മമാര്, ചെറിയ അമ്മമാര്, അവർ പറയും എൻ്റെ കൊച്ച് ഇഡ്ഡലി മാത്രമേ കഴിക്കത്തുള്ളൂ എന്ന് പറയും. ഒറ്റ ഒരെണ്ണം കൊടുക്കണം അവനിട്ട്. ഇഡ്ഡലിയും പുട്ടും ദോശയും കൂടെ കഴിക്കണം അവന്. ഇല്ലെങ്കിൽ പിന്നെ എന്താ കുഴപ്പം? ഒറ്റ രുചി മാത്രമേ കഴിച്ചിട്ട് വളർന്നാലുള്ള കുഴപ്പം, പെട്ടെന്ന് ജീവിതത്തിൽ വേറൊരു രുചി വരുമ്പോൾ, ഇച്ചിരി കയ്പായിക്കോട്ടെ, വേറൊരു അനുഭവം വരുമ്പോൾ ഇവനങ്ങ് തകർന്നു പോകും. പിന്നെ ഇവൻ ചത്തേക്കാന്ന് വിചാരിക്കാം, ഇല്ലെങ്കിൽ ഇവളെ എനിക്ക് വേണ്ടെന്ന് വിചാരിക്കാം. കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഈ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പ്രത്യേകതയാണ്. ഇപ്പം 4 മണി സമയത്തൊക്കെ നമ്മളൊക്കെ വീട്ടിൽ കഴിച്ചുകൊണ്ടിരുന്നത് കൊഴുക്കട്ടയാണ് അല്ലേ, അല്ല അടയൊക്കെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പിള്ളേർ കഴിക്കുന്നത് എന്താ? ബർഗറാണ് കഴിക്കുന്നത്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്നാ? കൊഴുക്കട്ടയുടെ അകത്ത് വെച്ചിരിക്കുന്നത് പുറത്ത് കാണാൻ പറ്റത്തില്ല, ബർഗറിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത് പുറത്ത് കാണാം. അത് ഈ കാലത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണ്. കൊഴുക്കട്ട എന്ന് പറയാം അമ്മമാരുടെ സ്നേഹം പോലെ. ഇത് കഴിച്ചു വരുമ്പോഴേ അറിയത്തുള്ളൂ, ജീവിതം തുടരുമ്പോഴേ അറിയത്തുള്ളൂ അന്നത്തെ അടിയുടെ മധുരമൊക്കെ അല്ലേ. കഴിച്ചു വരുന്ന സമയത്ത് നമ്മൾക്ക് അറിയത്തുള്ളൂ ഇതിനകത്ത് മധുരം ഉണ്ടായിരുന്നെന്ന്. മറ്റേതിങ്ങനെ പുറത്ത് വെച്ചിരിക്കുകയാണ് നമ്മളെ പ്രലോഭിപ്പിക്കാനായിട്ട്. എക്സിബിഷനിസം, പ്രദർശന പരത എന്ന് പറയുന്നത് ഈ കാലത്തിൻ്റെ ഒരു സ്വഭാവമാണ്. അത് ആളുകളാണെങ്കിൽ പോലും ഈ വസ്ത്രത്തിൻ്റെയൊക്കെ നീളം കുറഞ്ഞു വരിക, ഭക്ഷണമാണെങ്കിലും ഇങ്ങനെ കുറഞ്ഞു വരിക, എല്ലാം പാകത്തിരിക്കുന്ന എല്ലാം പുറത്ത് കാണിക്കുന്ന തരത്തിൽ ഒരു തരം വൃത്തികെട്ട സംസ്കാരം. ഈ ഭക്ഷണം കഴിക്കുന്നവൻ്റെ സ്വഭാവവും ഇത് തന്നെ ആവുന്നുണ്ട്. അതുകൊണ്ട് നോയമ്പ് വേണം, അതിൽ കോംപ്രമൈസ് പറ്റത്തില്ല. ഈ ചെറുപ്പക്കാരതാ പറയുന്നത്. രാജാവിന്റെ ഭക്ഷണം കൊടുക്കാന്ന് അവരോട് പറഞ്ഞത്, രാജകീയ ഭോജനം. അവർ പറയാം ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ അടുത്ത നോയമ്പ് വരുമ്പോൾ നമ്മുടെ പിള്ളേർക്ക് രാവിലെ നിർബന്ധിച്ച് പാല് കൊടുക്കരുത്, നിന്റെ ബുദ്ധി കുറയുമെന്ന്. ഇല്ല, ദാനിയേലിന്റെ പുസ്തകം എടുത്ത് വെച്ച് വായിച്ചോണം. നോയമ്പ് വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് നോയമ്പ് തന്നെ ആയിരിക്കണം. എങ്കിൽ മാത്രമാണ് അവർ മറ്റുള്ള കുഞ്ഞുങ്ങളെക്കാൾ തേജസ്സുള്ളവരായിട്ട് ഈ സമൂഹത്തിന് മുമ്പിൽ വെളിപ്പെടാനായിട്ട് ഇടയുള്ളൂ. ഇപ്പം മാമോദീസയുടെ അവസാനത്തെ ഉദാഹരണവും അവിടെ അവസാനിക്കുകയാണ്. ഇനി പുതിയ നിയമത്തിലെ ദർശനങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക. പുതിയ നിയമത്തിലെ യേശുതമ്പുരാന്റെ കൽപ്പനയാണ് മാമോദീസയെ കുറിച്ച്.
വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യന്മാരാക്കിക്കൊള്ളുവിൻ. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷപ്രാപിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ ആദ്യമേ വായിച്ച ഭാഗം തന്നെ, വെള്ളത്താലും ആത്മാവാലും വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ഒരുവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല. ഇങ്ങനെ യേശു തമ്പുരാന്റെ തന്നെ വാക്കുകളാണ് മാമോദീസ എന്ന് പറയുന്ന കൂദാശയ്ക്ക് അടിസ്ഥാനമായിട്ട് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. പുതിയ നിയമ സഭയുടെ പ്രവർത്തികളാണ് പിന്നീട് പറയുന്നത്. അത് മിക്കവാറും അപ്പോസ്തോല പ്രവർത്തികളിലാണ് എല്ലാ വരികളും അതിനകത്തുള്ളത്. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുകയും എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ. അവന്റെ വാക്ക് കേട്ടവർ സ്നാനമേറ്റുവെന്ന് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 38 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ പീലിപ്പോസ് സ്നാനം നൽകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 16-ാമത്തെ അധ്യായത്തിൽ ലുദിയ, കാരാഗ്രഹ പ്രമാണി എന്നിവരുടെ കുടുംബങ്ങൾ സ്നാനമേൽക്കുന്നതായിട്ട് പറയുന്നുണ്ട്. മാമോദീസ നമുക്ക് ചേരുന്ന വേറെ ചില, അല്ലെങ്കിൽ ക്രിസ്തീയ മാമോദീസ നമ്മളെ പഠിപ്പിക്കുന്ന മറ്റ് ചില പാഠങ്ങൾ കൂടിയുണ്ട്. അത് നമ്മൾ ആദ്യമേ ആമുഖത്തിൽ ഒന്ന് പരാമർശിച്ചു പോയതാണ്. ഒന്ന്, വെള്ളത്താലും ആത്മാവാലുമുള്ള ജനനം. ഈ ഒരു വരി കേൾക്കുമ്പോൾ പെട്ടെന്ന് ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിലേക്ക് തന്നെയാണ് പോകേണ്ടത്. ദൈവം പറുദീസ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പ്രാരംഭത്തിൽ പറയുന്നത് ഇങ്ങനെ ഒരു ക്രിയേഷൻ സ്റ്റോറിയാണ്, സൃഷ്ടി കഥയാണ്. വെള്ളത്തിന്മീതെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെള്ളത്താലും ആത്മാവാലും അല്ലാതെ ഒരുവൻ വീണ്ടും ജനിക്കാതെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, ദൈവരാജ്യം അഥവാ പറുദീസായുടെ ഒരു പുതിയ സൃഷ്ടിക്കലിനെ കുറിച്ചാണ് തമ്പുരാൻ നിക്കോദിമോസിനോട് പറയുന്നത്. അപ്പൊ വെള്ളത്താലും ആത്മാവാലുമാണ് ഏദൻ തോട്ടം സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പൊ അതിന്റെ ഒരു വീണ്ടും ഒരു പുനരാവർത്തനമാണ് മാമോദീസായിലൂടെ ഏദനിലേക്ക്, പറുദീസായുടെ അനുഭവത്തിലേക്ക്, ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മളെ സൃഷ്ടിച്ച് എടുക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് അങ്ങനെ ഒരു വരി തമ്പുരാൻ അവിടെ പറയുന്നത് എന്ന് പിതാക്കന്മാർ വളരെ ഭംഗിയായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്, ക്രിസ്തുവിന്റെ മരണത്തിലും പുനരുദ്ധാനത്തിനുമുള്ള ഒരു പങ്കാളിത്തമാണ് മാമോദീസായിലെന്ന് റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. 6-ാം അധ്യായം 4-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്നറിയുന്നില്ലയോ? അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും എന്ന് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. റോമാലേഖനം 5-ാമത്തെ അധ്യായത്തില് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ക്രിസ്തുവിന്റെ മരണത്തിലും അവന്റെ പുനരുദ്ധാനത്തിലും പങ്കാളികളാകുമ്പോൾ
വീണ്ടും ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്കാണ് നമ്മളായിത്തീരുന്നത് എന്ന് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് കുറേയധികം വാക്യങ്ങളുടെ അനുബന്ധത്തോടു കൂടി നമ്മൾക്ക് പറഞ്ഞു വെക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ വെറുതെ പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ മുന്നമേ തന്നെ ഓർമ്മിപ്പിച്ചു, നമ്മളുടെ തർക്കം ജീവിതം കൊണ്ടാണ്, വാക്കുകൊണ്ടല്ല. മാമോദീസ ഏറ്റിരിക്കുന്ന ഓരോരുവനും മാമോദീസ നമ്മളെ ധരിപ്പിച്ചിരിക്കുന്ന മൂല്യബോധങ്ങൾ കൊണ്ട് ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മളേറ്റ മാമോദീസയെ കുറിച്ച് നമ്മൾക്ക് സംശയമുണ്ടാവില്ല, വേറെ ആർക്കും സംശയം ഉണ്ടാവില്ല. അതുകൊണ്ട് നാം ഏറ്റെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് മാമോദീസ നമ്മൾക്ക് ഏറ്റിട്ടുണ്ട് എന്നുള്ളൊരു ബോധ്യം അതെല്ലായ്പ്പോഴും നമ്മളുടെ ഹൃദയത്തിൽ ഉണ്ടാവുകയും അതനുസരിച്ചിട്ടുള്ള ഒരു ജീവിത ക്രമപ്പെടുത്തൽ നമ്മൾക്കുണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ന്യായമായിട്ടുള്ള നമ്മളുടെ ചില സംശയങ്ങളാണ്. കുഞ്ഞുങ്ങൾക്ക് പാപമുണ്ടോ? കാരണം ഇത് പാപമോചനത്തിനുള്ള മാമോദീസ എന്ന് പറയുക. പാപം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയല്ലയോ? അപ്പോൾ ഈ കൊച്ചു പിള്ളേരൊക്കെ എന്താണ് ദൈവത്തിൽ നിന്ന് എന്ത് അകന്നിട്ടാണ്, എന്ത് തരത്തിലുള്ള പാപമാണ് അവർ ചെയ്തിട്ടുള്ളത്? വേറൊന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്, കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെ അറിയാനുള്ള വിവേകമായിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് പാപമുണ്ടാവുക? ഇങ്ങനെ ചില സംശയങ്ങളൊക്കെ നമ്മളോട് ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചില ഉത്തരങ്ങൾ പറയുന്നുണ്ട്. ലുദിയായും കാരാഗ്രഹ പ്രമാണിയും ഒക്കെ കുടുംബമായിട്ട് സ്നാനമേറ്റതിനെക്കുറിച്ച്, അപ്പോൾ ആ കുടുംബത്തിൽ മക്കളില്ലായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒക്കെ പറയുന്നുണ്ട്. യേശുതമ്പുരാന്റെ ഒരു വരിയുണ്ട്, പിതാവേ സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ശിശുക്കൾക്ക് എപ്രകാരമാണ് ദൈവികമായ പരിജ്ഞാനം ലഭിക്കുന്നത് എന്ന് യേശുതമ്പുരാൻ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ശിശുക്കളെ വിലക്കാതിരിക്കുന്നത് എന്നുള്ളതിൻ്റെ കാരണങ്ങളിൽ ഒന്നാമത്തേത് പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മളിങ്ങനെ വിലക്ക് വെച്ച് കൊടുക്കുന്ന സാധനമല്ലല്ലോ. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ദാനമാണ്. രണ്ടാമത് ദൈവകൃപയാലാണ് നാം ഇതിന് പ്രാപ്തരാകുന്നത്. അത് തീത്തോസിന്റെ പുസ്തകത്തിൽ നിന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മളത് വായിച്ചിട്ടുണ്ട്. തീത്തോസിന്റെ പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിലാണ്. വീണ്ടും സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാര് എന്നൊരു ചോദ്യം വരുമ്പോൾ യേശുതമ്പുരാൻ പറയുന്ന മറുപടി, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെയായി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. വീണ്ടും പൈതങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടയരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതാകുന്നു. കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നതിന്റെ കാരണങ്ങൾ, ഒന്ന്, സങ്കീർത്തനത്തില് 22-ാം സങ്കീർത്തനം 10-ാം വാക്യത്തില്, ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടു, എൻ്റെ അമ്മയുടെ ഉദരം മുതൽ നീ എൻ്റെ ദൈവം എന്ന് പറയുന്നു. 13-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മടഞ്ഞു, ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. ന്യായാധിപന്മാരുടെ പുസ്തകത്തില് ഗർഭം മുതൽ വേർതിരിക്കപ്പെട്ട ശിംശോനെ കുറിച്ച് പറയുന്നു. ശമൂവേലിന്റെ പുസ്തകത്തില് യഹോവയ്ക്ക് നിവേദിക്കപ്പെട്ട ശമൂവേലിനെ ബാലനെ കുറിച്ച് പറയുന്നു. ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഗർഭത്തിൽ എന്നെ ഉരുവാക്കിയ ദൈവം എന്ന് ഇയ്യോബ് വിശേഷിപ്പിക്കുന്നു. യെശയ്യാവിന്റെ പ്രവചനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഇങ്ങനെയാണ്, ഇപ്പോഴും എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞ ഇസ്രായേലേ കേൾക്ക, നിന്നെ ഉരുവാക്കിയവനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ ദാസനായ യാക്കോബേ, നീ ഭയപ്പെടേണ്ട, നിന്റെ സന്തതിമേൽ ഞാൻ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ ഞാൻ എൻ്റെ അനുഗ്രഹത്തെയും പകരും. യെശയ്യാവിന്റെ പുസ്തകത്തിൽ തന്നെ വീണ്ടും പറയുന്നുണ്ട്, യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ചു, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കയിൽ തന്നെ എൻ്റെ പേര് പ്രസ്താവിച്ചിരിക്കുന്നു. യെരമ്യാവിന്റെ പ്രവചനത്തിൽ പറയുന്നു,
നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ നിന്നെ ഞാൻ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 41-ാമത്തെ വാക്യം, നിന്റെ വന്ദനസ്വരം എന്റെ ചെവിയിൽ കേട്ടപ്പോൾ പിള്ള എന്റെ ഗർഭത്തിൽ തുള്ളിച്ചാടി. അപ്പൊ സഭാമാതാവ് കേട്ടാൽ മതിയാവും, മാമോദീസ തൊട്ടിയാവുന്ന ഗർഭപാത്രത്തിലെ കുഞ്ഞ് തുള്ളിച്ചാടാനായിട്ട്. മാമോദീസ തൊട്ടി സഭയുടെ ഗർഭപാത്രമാണ്. അതിനകത്ത് പ്രവേശിക്കുന്ന കുഞ്ഞ് നിശ്ചയമായിട്ടും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന് ഈ പറയുന്ന വരികളെ അധികരിച്ച് പുരസ്കരിച്ച് നമ്മൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന സംഗതിയാണ്. വീണ്ടും അടുത്ത ചോദ്യം ഇതാണല്ലോ, കുഞ്ഞുങ്ങൾ സ്നാനമേറ്റതായിട്ട് വേദപുസ്തകത്തിൽ എവിടെയാണ് പറയുന്നത് എന്ന്. അതിനും കുറെ അധികം വേദവരികളൊക്കെ ഉണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിലാണ് വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഉള്ളതല്ലോ എന്നുള്ള പരാമർശം. 2-ാം അധ്യായം 39-ാമത്തെ വാക്യം. പുതിയ നിയമ സഭയിൽ സ്നാനപ്പെട്ട കുഞ്ഞുങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ കുടുംബങ്ങളെക്കുറിച്ച്, ആ കുടുംബത്തില് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് വിചാരിക്കാമല്ലോ. അല്ലെങ്കിൽ ഒരു കുടുംബത്തിലും കുഞ്ഞുങ്ങളില്ലാതിരിക്കില്ലല്ലോ. കൊർന്നല്യോസിന്റെ കുടുംബം, ഫിലിപ്പിയയിലെ ലുദിയയും കുടുംബവും, പള്ളിപ്രമാണിയായ ക്രിസ്പോസിന്റെ കുടുംബം, കൊരിന്തിലെ സ്തേപ്പാനോസും കുടുംബവും, ഇങ്ങനെ നിരവധി കുടുംബങ്ങൾ സ്നാനമേറ്റതായിട്ട് അപ്പോസ്തല പ്രവർത്തികളിൽ കാണുന്നുണ്ട്. വേറൊരു ചോദ്യം, സ്വന്തം വിശ്വാസം കൊണ്ടല്ലാതെ എങ്ങനെയാണ് രക്ഷ പ്രാപിക്കാന്നുള്ളത്? വേറൊരാള് തലതൊടുന്നുകൊണ്ട് തന്നെ പ്രയോജനം? അല്ലെങ്കിൽ പ്രായമായ ഒരാൾ വിശ്വാസം ഏറ്റുപറയുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? പള്ളിപ്രമാണിയായ ആയൂറോസിന്റെ വിശ്വാസമാണ് അവന്റെ മകളുടെ ഉയർപ്പിന് കാരണമാവുന്നത്. പക്ഷപാതക്കാരന്റെ സൗഖ്യം അവനെ ചുമന്നവരുടെ വിശ്വാസം മൂലമാണ് സംഭവിക്കുന്നത്. ഭൂതോപദ്രവമുണ്ടായിരുന്ന ബാലന് സൗഖ്യമുണ്ടാകുന്നത് അവന്റെ അപ്പന്റെ വിശ്വാസം കൊണ്ടാണ്. ശതാധിപന്റെ ദാസന് സൗഖ്യം വരുന്നത് ശതാധിപന്റെ വിശ്വാസം കൊണ്ടാണ്. കനാന്യ സ്ത്രീയുടെ മകൾക്ക് ഭൂതബാധയിൽ നിന്ന് വിടുതലുണ്ടാവുന്നത് അവളുടെ വിശ്വാസം കൊണ്ടാണ്. ഇനി അടുത്ത ചോദ്യം, യേശുക്രിസ്തുവിന് 30 വയസ്സായിട്ടല്ലേ സ്നാനമേറ്റത്? അങ്ങനെയെങ്കിൽ നമ്മളും 30-ാമത്തെ വയസ്സിൽ സ്നാനമേറ്റാൽ പോരായോ? ഇതൊരു ബാലിശമായിട്ടുള്ളൊരു ചോദ്യമാണ്, ചൈൽഡിഷ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പൊ പിന്നെ ബാലിശമായിട്ടുള്ള ചില മറുചോദ്യങ്ങൾ കൊണ്ട് അതിനെ അങ്ങ് നേരിടുക എന്നുള്ളതേ ഉള്ളൂ. ക്രിസ്തുവിന് അറിവുണ്ടായിട്ട് വിശ്വസിക്കുന്നതിനാണോ 30-ാം വയസ്സ് വരെ കാത്തിരുന്നത്? ആയിരിക്കും. 12-ാം വയസ്സിൽ തന്നെ അവൻ തൻ്റെ ആ കാലത്തുള്ള വിജ്ഞാനികളെ മുഴുവൻ അത്ഭുതപ്പെടുത്തിയതാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ട്. അപ്പൊ യേശുവിന് അറിവുണ്ടാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പഠിത്തമൊക്കെ പൂർത്തിയാകാൻ വേണ്ടിയിട്ടായിരിക്കും 30 വയസ്സ് വരെ കാത്തിരുന്നത്? അല്ലായിരിക്കും. അടുത്ത ചോദ്യം നമുക്ക് ചോദിക്കാം, വളരെ ബാലിശമായിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. കാരണം ഇത് ഈ ഓരോന്നിനോട് ചോദിക്കുന്ന രീതിയിലല്ലേ ഉത്തരം പറയാൻ പറ്റുള്ളൂ. യേശുക്രിസ്തു 30-ാമത്തെ വയസ്സിലാണ് സ്നാനമേറ്റത്. അതുകൊണ്ട് നമ്മൾ 30-ാമത്തെ വയസ്സിൽ സ്നാനമേറ്റാൽ മതി എന്ന് പറയുമ്പോൾ അടുത്ത ചോദ്യം, യേശുക്രിസ്തു 33-ാമത്തെ വയസ്സിലാണ് കുരിശിൽ കയറിയത്. അതുകൊണ്ട് നമ്മൾ 33-ാമത്തെ വയസ്സിൽ എല്ലാവരും കുരിശിൽ കയറുന്നുണ്ടോ? ഈ അക്ഷരാർത്ഥത്തിലെടുത്തുള്ള അഭ്യാസങ്ങളോട് പിന്നെ വേറെ ഏത് തരത്തിലാണ് നമ്മൾ പ്രതികരിക്കുക? യേശുതമ്പുരാൻ പരിച്ഛേദന ഏറ്റിരുന്നു. നമ്മളെന്താ പരിച്ഛേദന ഏൽക്കാത്തത്? അപ്പൊ നിശ്ചയമായിട്ടും വേറെ ചില അർത്ഥതലങ്ങളും വേറെ ചില മാനങ്ങളുമൊക്കെ തിരുവെഴുത്തിന്റെ വരികൾക്കുണ്ട് എന്നോർത്തിരിക്കും. അടുത്തൊരു എതിർവാദം ഇതാണ്, നമ്മൾ ഈ ചെറുപ്പത്തിൽ മാമോദീസ മുക്കുക, ഈ കുഞ്ഞുങ്ങൾക്ക് അറിവാകുന്നതിന് മുമ്പ് മാമോദീസ മുക്കുന്നത് കൊണ്ട് അവർ വീണ്ടും വീണ്ടും പാപം ചെയ്യുന്നുണ്ടല്ലോ.
അതവർക്ക് ശിക്ഷയ്ക്കായിട്ട് വരത്തില്ലയോ? നമ്മളുടെ കാര്യം തന്നെയാണ്. പാപം ചെയ്യാതിരിക്കുന്നതിനും നന്മയിലേക്ക് വളരുന്നതിനുമാണ്, പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നതിനുമാണ് നമ്മൾ മാമോദീസ ഏൽക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ അനുസരിക്കാനായിട്ട് പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കണമെന്ന് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനാ ജീവിതം അത് ഈ 30-ാമത്തെ വയസ്സിൽ ആരംഭിച്ചാൽ മതിയോ, അല്ലെങ്കിൽ 15-ാമത്തെ വയസ്സിൽ ആരംഭിച്ചാൽ മതിയോ, അതോ ആദ്യം മുതൽ ആരംഭിക്കണമോ വേണ്ടയോ എന്നുള്ളത് ഏതാണ് നല്ലത്? നമ്മളെല്ലാവരും തെറ്റിപ്പോകുന്നത്, വാക്കിലായാലും ചിന്തയിലായാലും പ്രവൃത്തിയിലായാലും തെറ്റിപ്പോകുന്നത് ദൈവ സാന്നിധ്യ ബോധം നമ്മളിൽ നിന്നില്ലാത്ത സമയത്താണ്. അപ്പം നന്നേ ചെറുപ്പം മുതലേ ദൈവ സാന്നിധ്യ ബോധം, നിരന്തരമായൊരു ദൈവ സംസർഗം പ്രാർത്ഥനയിലൂടെ നമ്മൾക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. സഭാചരിത്രത്തിലൊന്ന് നോക്കുക, വേദപുസ്തകത്തിനപ്പുറത്തേക്ക് പാരമ്പര്യത്തിൽ നോക്കുക. നസിയാൻസിലെ വിശുദ്ധ ഗ്രിഗോറിയോസ് പറയുന്നുണ്ട്, നിങ്ങളുടെ കുട്ടികൾക്ക് എത്രയും നേരത്തെ മാമോദീസായുടെ വിശുദ്ധ തൃത്വത്തിന്റെ മുദ്ര നൽകുക. ഈ 2-ാം നൂറ്റാണ്ടിലെ ഈ കബറിങ്കൽ വെച്ചിരിക്കുന്ന ഒരു ശിലാഫലകം, പഴയ കല്ലറയിലെ ഒരു ശിലാഫലകം ഇങ്ങനെയാണ്: വിശ്വാസികളിൽ നിന്നുള്ള വിശ്വാസിയായ സോസിമസ് എന്ന ഞാൻ 2 വയസ്സും 1 മാസവും 25 ദിവസവും പ്രായമായി ഇവിടെ വിശ്രമിക്കുന്നു. 2 വയസ്സുള്ള ഒരു കൊച്ചിന്റെ ശവക്കല്ലറയിൽ കൊത്തിവെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അവൻ വിശ്വാസിയാണെന്ന് അവൻ തന്നെ പറയുന്നുണ്ട്, മാമോദീസ ഏറ്റവനാണെന്ന്. വിശുദ്ധ ഐറേനീസ് പറയുന്നുണ്ട്, 1-ാം നൂറ്റാണ്ടിൽ തന്നെ, ക്രിസ്തു വന്നത് അവനാൽ അവരെ എല്ലാവരെയും രക്ഷിപ്പാൻ വേണ്ടിയാകുന്നു. അവരെ എല്ലാവരെയും എന്ന് ഞാൻ പറയുന്നത്, അവനിൽ കൂടി ദൈവത്തിങ്കിലേക്ക് വീണ്ടും ജനിക്കുന്ന ശിശുക്കൾ, പൈതങ്ങൾ, ബാലന്മാർ, യുവാക്കൾ, പ്രായമുള്ളവർ എന്നിവരെ എല്ലാം കുറിച്ചാണ്. ഒറിഗൺ എന്ന് പറയുന്ന സഭാപിതാവ് പറയുന്നുണ്ട്, ശിശുസ്നാനം സഭയുടെ പതിവാണ് എന്ന്. ഹിപ്പോലിറ്റസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അപ്പോസ്തോലിക പാരമ്പര്യത്തില് ഇങ്ങനെ ഒരു വരിയുണ്ട്: കോഴി കൂവുന്ന സമയത്ത് വെള്ളത്തിന്മീതെയുള്ള പ്രാർത്ഥനകൾ നടത്തപ്പെടട്ടെ. ആദ്യം കൊച്ചു കുഞ്ഞുങ്ങളെ നിങ്ങൾ മാമോദീസ മുക്കണം. തങ്ങൾക്ക് വേണ്ടി തന്നെ തങ്ങൾ തന്നെ വിശ്വാസം ഏറ്റുപറയുവാൻ പ്രായമുള്ളവർ അങ്ങനെ ചെയ്യട്ടെ. അതിന് പ്രായമില്ലാത്തവർക്ക് വേണ്ടി അവരുടെ മാതാപിതാക്കന്മാരോ കുടുംബത്തിൽ ആരെങ്കിലുമോ മറുപടി പറയട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നിശ്ചയമായിട്ടും വേദപുസ്തകവും അപ്പോസ്തോലിക പാരമ്പര്യവും അനുസരിച്ച് ഇത്തരത്തിലൊരു സാധ്യതയാണ് ശിശുക്കൾക്ക് മാമോദീസ നൽകുന്നതിനെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നത്. എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട്. മാമോദീസ കൂദാശയെക്കുറിച്ചുള്ള അതിനെക്കുറിച്ചുള്ള ഒരു പഠനം കുറെ കൂടി നമ്മൾക്ക് വ്യക്തത വരുത്തും. നമ്മൾ ഉപയോഗിക്കുന്ന ആരാധന, അതിൻ്റെ ഘടകങ്ങളെക്കുറിച്ചിട്ടുള്ള പഠനം നമ്മൾക്ക് വേദപുസ്തക അടിസ്ഥാനത്തിലാണ് ഓരോ പ്രാർത്ഥനകളും ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾക്ക് പഠിക്കുന്ന സമയത്ത് കുറെ കൂടി ആഴത്തിൽ നാം ഏറ്റ മാമോദീസയെക്കുറിച്ചുള്ള ഒരു ബോധമുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ്. 2 സംഗതികൾ മാത്രം ഓർമ്മിപ്പിച്ചിട്ട് ഞാൻ നിർത്തുകയാണ്. മാമോദീസ ഏറ്റവരെല്ലാവരും നിർബന്ധമായിട്ടും കഴുത്തിലൊരു കുരിശ് ധരിച്ചിരിക്കണം. അഭിനന്ദനായ മാർ യോഹന്നാൻ തിരുമേനി അദ്ദേഹം പ്രസംഗിക്കുന്ന സമയത്തെല്ലാം പറയുമായിരുന്നു, കുരിശ് വരയ്ക്കണം, കുരിശ് ധരിക്കണം, കുരിശ് വഹിക്കണം. ഇതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ അടയാളം. നിശ്ചയമായിട്ടും നമ്മളുടെ കഴുത്തിലും നമ്മളുടെ കുഞ്ഞുങ്ങളുടെ കഴുത്തിലും ഒരു കുരിശുണ്ടായിരിക്കണം. നമ്മൾ പാടുന്നുണ്ടല്ലോ, സ്ലീബായാൽ നമ്മൾ നാഥൻ കൂട്ടായുള്ളതിനാൽ ദുഷ്ടനെ നാം പേടിക്കില്ല, തൻ ദിവ്യായുധ ധാരികളാം നമ്മൾക്കുന്നതിയുണ്ടാകും. തൻ്റെ ദിവ്യമായ ആയുധം കുരിശാണ്. അപ്പോൾ ഈ കുരിശ് നിശ്ചയമായിട്ടും ധരിച്ചിരിക്കണം. അതുപോലെ രണ്ടാമതൊരു സംഗതി, മാമോദീസായിൽ നാം ഏറ്റിരിക്കുന്നത് ഏതൊരു വിശുദ്ധൻ്റെ പേരാണോ ആ വിശുദ്ധൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ ജീവചരിത്രവും നമ്മളുടെ കുഞ്ഞുങ്ങളും നമ്മളും അറിഞ്ഞിരിക്കണം. വിശുദ്ധയുടെ പേരാണ് നമ്മൾക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുള്ളത്. വിശുദ്ധ കുർബാനയ്ക്ക് പേര് കൊടുക്കുമ്പോൾ നമ്മളുടെ മാമോദീസ പേര് എഴുതി കൊടുക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം.
നമ്മളുടെ കുഞ്ഞുങ്ങളെ അവരുടെ മാമോദീസ പേര് നിർബന്ധമായിട്ടും പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചിരിക്കണം. ഇന്ന വിശുദ്ധന്റെ പേരാണ്, നമ്മുടെ വല്യപ്പൻ്റെ പേരായിരിക്കും, പക്ഷെ അതൊരു വിശുദ്ധന്റെ പേരാണ്, ഒരു വിശുദ്ധയുടെ പേരാണ്. ആ പേരാണ് നിനക്ക് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് കിട്ടാവുന്ന വിവരങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സ്വഭാവ വിശേഷങ്ങൾ, ഇതൊക്കെ നമ്മളുടെ കുഞ്ഞുങ്ങളെ ഒന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഉത്തരവാദിത്വവും നമ്മൾക്കുണ്ട്. വാക്ക് അവസാനിപ്പിക്കട്ടെ. ചെറിയ ചില കാര്യങ്ങൾ മാത്രമേ പറയാൻ നമ്മൾക്ക് സമയം അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ. മാമോദീസയുടെ പദത്തിൻ്റെ ഉത്ഭവവും അതിൻ്റെ ആരംഭത്തിലെ അർത്ഥവും, പഴയ നിയമകാലത്ത് മാമോദീസയുടെ നിഴലുകളായുണ്ടായിരുന്ന ചില ദൃഷ്ടാന്തങ്ങൾ, അത് ക്രിസ്തീയമായ ചില ധാരണകൾ നമ്മുടെ ജീവിതത്തിൽ പുലർത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. പിന്നെ സാമാന്യമായിട്ട് നമ്മളോട് ചില ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മുടെ കയ്യിലുണ്ട് എന്ന് മാത്രം ഓർത്തിരിക്കുക. പരമപ്രധാനമായിട്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, മാമോദീസയെക്കുറിച്ച് വാക്കുകൊണ്ടല്ല നമ്മൾ തർക്കിക്കേണ്ടത്, മറിച്ച് നമ്മളുടെ ജീവിതം കൊണ്ടാണ് നമ്മൾ ഉത്തരം കൊടുക്കേണ്ടത്. നമ്മൾ മാമോദീസ ഏറ്റവരാണ് എങ്കിൽ നമ്മളുടെ ജീവിതം ഈ സമൂഹത്തോട് അത് സംസാരിക്കണം, സംവദിക്കണം, സാക്ഷ്യപ്പെടുത്തണം എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണം.